നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനിവിടെ പല പ്രാവശ്യം നിന്നിട്ടുണ്ട് എങ്കിലും 10-15 തവണയോളം നിന്നിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് ഒരു പ്രത്യേക അവസ്ഥയിൽ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ഇന്നൊരു ക്ലാസ് എടുക്കാനായിട്ട് നിൽക്കുന്നത്. പല പ്രാവശ്യം റംബാച്ചൻ എന്നോട് ആവശ്യപ്പെട്ടതാണ് എങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് നിൽക്കുന്നത്. ആദ്യമേ റംബാച്ചനോട് ചോദിച്ചിരുന്നു ഏത് വിഷയമാണ് ക്ലാസ് എടുക്കാൻ അച്ഛന് താല്പര്യം എന്ന് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എന്ന് ക്ലാസ് എടുത്താലും ആദ്യം എടുക്കുന്ന വിഷയം വാങ്ങിപ്പോയവരാണ് എന്നുള്ള കാര്യം ഞാൻ റംബാച്ചനോട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ചില തിരക്കുകൾ കാരണം ഇത്ര ദിവസം നീണ്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. വാങ്ങിപ്പോയവരെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന അല്പസമയം കൊണ്ട് ചിന്തിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം, അല്ലെങ്കിൽ ഈ ക്ലാസ് അങ്ങനെ നിർത്തിക്കൊള്ളാം എന്നാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. എല്ലാ മതങ്ങളും എല്ലാ വിഭാഗങ്ങളും എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് മരണം. ആർക്കും എപ്പോഴും എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കുമെന്ന് പ്രവചിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് മരണം. പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, എങ്ങനെയായിരിക്കും എൻ്റെ അന്ത്യം? വാഹനം ഓടിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിലാണോ, അതോ ഇപ്പോഴത്തെ പ്രകൃതിയുടെ കെടുതികളുടെ ഭാഗമായിട്ടാണോ? എങ്ങനെയായിരിക്കും അന്ത്യം? നമുക്ക് ആർക്കും പറയാനായിട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ നമ്മളെ ഭീതിപ്പെടുത്തുന്നത് അത് മാത്രമായിരിക്കും. അതിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് പേടിക്കുന്നത്. ജീവനോടിരിക്കുന്ന മനുഷ്യൻ ചില സമയത്ത് അത് മറന്നിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് എങ്കിൽ കൂടി എല്ലാവരും പേടിക്കുന്നത് മരണത്തെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മരണം ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. മരണത്തിന് ശേഷം എന്ത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നുവരെ നേരിട്ട് മരണത്തിന് ശേഷമുള്ള അവസ്ഥ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ തിരുവചനത്തിൽ കൂടി ഒരല്പമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഒത്തിരി ഘട്ടങ്ങളുണ്ട്. അത് പ്രധാനമായും 3 ഘട്ടങ്ങളെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഒന്ന്, ഒരു മനുഷ്യൻ അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കാലഘട്ടം മുതൽ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്ന കാലഘട്ടം വരെ. ഇതിനെ തന്നെ പല 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 കാലഘട്ടങ്ങളിലായി വിവരിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം നമ്മുടെ അറിവിലേക്ക് ഇതിനെ ഒരു കാലഘട്ടമായി തന്നെ എടുക്കാം. അതായത് ഒരു സ്കാനിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ശാസ്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ കൂടി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന കാലഘട്ടം. അത് അമ്മയുടെ ഉദരത്തിൽ ചെറിയ ഒരു അണുവായി രൂപം കൊള്ളുന്ന കാലഘട്ടം മുതൽ മരിച്ച് മണ്ണിൽ അടക്കപ്പെടുന്ന കാലഘട്ടം വരെ ഇങ്ങനെ ഒരാളുടെ അസ്തിത്വം ഉണ്ട് എന്ന് തെളിയിച്ചെടുക്കാനായിട്ട് കഴിയും. ആ അസ്തിത്വത്തെ കുറിച്ചും വളരെ രസകരമായ വ്യാഖ്യാനങ്ങളാണ്. എങ്ങൊന്നും ഒന്നും കൊണ്ടുവന്നല്ല. ഈ ഭൂമിയിലെ ചില വസ്തുക്കൾ പ്രത്യേക രൂപത്തിൽ ചേർത്തിണക്കിയതാണ് ഞാൻ എന്ന് പറയാനാണ് ഫിലോസഫിയൊക്കെ നല്ലപോലെ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിലോട്ട് വെളിയിൽ നിന്നും ഒരു സാധനം കൊണ്ടുവന്നൊന്നുമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേറെ രൂപത്തിലാവുമ്പോൾ ഇത്തിരിയുടെ വണ്ണം വെക്കുന്നു എന്നൊക്കെ പറയാനായിട്ടാ ഫിലോസഫി എല്ലാം ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സൈക്കോളജി ശ്രമിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ 1ാമത്തെ ഘട്ടത്തിന്റെ പ്രസക്തി. അമ്മയുടെ ഉദരത്തിൽ ചെറിയ ഒരു അണുവായി രൂപം കൊണ്ട കാലഘട്ടം മുതൽ ഈ ഭൂമിയിലെ മരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൃശ്യലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന കാലഘട്ടം വരെ. 2ാമത്തെ ലോകമാണ് ദൃശ്യലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട കാലം മുതൽ കർത്താവ് യേശു തമ്പുരാന്റെ 2ാമത്തെ വരവ് വരെയുള്ള കാലഘട്ടം. ഇതെവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്തൊക്കെ ചെയ്യുന്നെന്നോ ഒന്നും
നമുക്ക് ആർക്കും പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായി തെളിയിച്ചെടുക്കാനായിട്ട് കഴിയാത്ത ഒരു കാലഘട്ടം. മൂന്നാമത്തെ കാലഘട്ടമാണ് കർത്താവ് യേശുവിന്റെ രണ്ടാമത്തെ വരവ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടം. അത് ഇന്ന് വരെ വിശദീകരിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കാലഘട്ടത്തെ കുറിച്ച് ആർക്കും സംശയമില്ല. തെളിയിച്ചെടുത്ത് പല രീതിയിൽ ഇങ്ങനെയൊക്കെ ആയാൽ ഇങ്ങനെയൊക്കെ ആകും, അപ്പൻ ഇന്ന സ്വഭാവമാണെങ്കിൽ മക്കളിൽ ഇന്ന സ്വഭാവം കാണും, തെളിയിച്ചെടുത്തു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷമുള്ള കാലഘട്ടത്തെ പറ്റിയും നമ്മുടെ ഒരു മതത്തിനോ ഒരു സഭയ്ക്കോ ഒരു സമൂഹത്തിനോ സംശയമില്ലാതെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം നന്മ ചെയ്തവർ കർത്താവിനോടൊപ്പം, അല്ലാത്തവർ നരകത്തിലേക്ക് എന്നുള്ള വ്യാഖ്യാനം. അഭ്യുന്നനായ മഹാ പണ്ഡിതനായിരുന്ന ഒസാസ്യോസ് തിരുമേനിയെ പോലുള്ളവർ പറയും, നരകം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലേക്കും ഒരു പാപിക്ക് കൊടുത്തിരുന്ന ശിക്ഷയൊന്നുമല്ല. അവിടെ നിന്നും അവന് മോചനമുണ്ട്, അവിടെ നിന്ന് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ഉറപ്പുണ്ട്. എന്നാൽ രണ്ടാമത്തെ കാലഘട്ടം ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം കർത്താവിന് രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തെ എന്നു മുതൽ വ്യാഖ്യാനിച്ച് തുടങ്ങിയോ അന്ന് മുതലാണ് സഭകൾക്ക് ഭിന്നതകൾ തുടങ്ങിയത്. അല്ലെങ്കിൽ ഏതെല്ലാം വിഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ടോ ആ വിഭാഗങ്ങളുടെ എല്ലാം അന്തരാത്മാവിൽ ഒരു ചെറിയ സംശയവും ചോദ്യങ്ങളും ഉണ്ടായ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വാങ്ങിപ്പോയവരുടെ ഈ കാലഘട്ടത്തിലെ അസ്തിത്വം എന്നുള്ളത്. 2-ാം നൂറ്റാണ്ടിൽ തന്നെ അതിന് പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. പോകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ നമ്മുടെ ചിന്തയെ മുന്നോട്ട് നയിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സഭ എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സഭയെ പറ്റി പൗലോസ് അപ്പോസ്തലൻ 3 പ്രധാനപ്പെട്ട പ്രതീകങ്ങളാണ് പറയുന്നത്. 1, സഭ ദൈവത്തിന്റെ മന്ദിരം. 2, സഭ ദൈവത്തിന്റെ മണവാട്ടി. 3, കർത്താവിന്റെ ശരീരം. ഒന്നുകൂടെ പറയട്ടെ, സഭ ദൈവത്തിന്റെ മന്ദിരം. 2, ദൈവത്തിന്റെ മണവാട്ടി. 3, കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നുണ്ട്. ഈ 3 വ്യാഖ്യാനങ്ങളും വാങ്ങിപ്പോയവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സഭയെ പറ്റി പറയുന്ന നല്ല വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് വന്നവരും വരുവാനിരിക്കുന്നവരും വാങ്ങിപ്പോയവരോട് ചേരുന്നതാണ് സഭ എന്നുള്ള വ്യാഖ്യാനം. അതൊരു പക്ഷേ ഇച്ചിലൂടെ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ അങ്ങ് ഒതുക്കി കൂട്ടുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ 3 പ്രതീകങ്ങൾ എല്ലാ ക്രൈസ്തവ സഭകളും അംഗീകരിച്ചേ മതിയാകുള്ളൂ എന്നുള്ളത് വളരെ രസകരമായ കാര്യമാണ്. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത, കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ്. പ്രത്യേകിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 ലേഖനം 20-ാം അധ്യായത്തിന്റെ 27-ാം വാക്യമൊക്കെ വായിക്കാൻ പറയുന്നുണ്ട്, നമ്മളൊക്കെ പല അവയവങ്ങളാണ്. ഞാനും ഒരു അവയവമാണ്, ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസമൂഹവും ഓരോ അവയവങ്ങളാണ്. അങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു നഖമാണെന്ന് കൂട്ട, വേറെ ഒന്നും ആകണ്ട. അല്ലെങ്കിൽ ഒരു തലമുടിയാണെന്ന് കൂട്ട, വേറൊന്നും ആകണ്ട. വലിയ അവയവങ്ങളൊന്നും ആകണ്ട. ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു നഖമാണ് ഞാനെങ്കിൽ, ഒരു തലമുടിയാണ് ഞാനെങ്കിൽ, ഞാൻ മരിക്കുന്നതോടുകൂടി ഈ നഖം ഇല്ലാതെയാകുകയാണോ? അല്ല. ഈ നഖത്തിന് അവിടെ തന്നെ സാന്നിധ്യമുണ്ട്. ഈ നഖത്തിന്റെ സ്ഥാനം അവിടെ തന്നെയുണ്ട്. യാതൊരു സംശയം ഇല്ലാതെ പറയാനായിട്ട് കഴിയും. ഇനിയും നമ്മള് യേശുതമ്പുരാനെ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന വ്യാഖ്യാനം ഒന്നുകൂടെ കൃത്യമായിട്ട് വായിക്കേണ്ടതുണ്ട്. ഞാനൊരു സഹോദരനെ എന്റെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു. അദ്ദേഹം അത് സ്വീകരിച്ചു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ഉം 21-ഉം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ഉം 21-ഉം വാക്യം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അത് കഴിഞ്ഞ കാലഘട്ടം. 2-ാമത്തെ കാലഘട്ടത്തെ പറ്റി പറയാണ്, അവനിൽ യുക്തമായി നിങ്ങൾ എന്തോ ചെയ്യും?
വളരുന്നു. വളരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടമല്ല, ഇപ്പോഴും എന്തോ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് അർത്ഥം. വളർന്നുകൊണ്ടിരിക്കും. ഇത് രണ്ട് നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് വന്നേ. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ക്രിസ്തു മൂലക്കല്ല്. കുഴപ്പമില്ല, ജീവനുള്ള കല്ലായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനക്കല്ലുകൾ. മൂലക്കല്ലും അടിസ്ഥാനക്കല്ലും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നമുക്കാർക്കോ, എന്നെ ശ്രവിക്കുന്ന ഈ ഇന്റർനെറ്റിൽ കൂടി ശ്രവിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എവിടെയെങ്കിലും ഇന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ജീവിച്ചിരിപ്പുണ്ടെന്ന്? ഭൗതിക ലോകത്തിൽ കാണുന്ന രീതിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്? അങ്ങനെയാണെങ്കിൽ ഈ പരിമലപ്പള്ളിയുടെ സ്ട്രക്ചർ ഒന്ന് എടുത്തേ. അടിയിലിരിക്കുന്ന കല്ലുകൾ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും തോമസും ബർത്തിമായിയും എന്ന് പറയുന്ന പോലെ രീതിയിലുള്ള കല്ലുകളാണെങ്കിൽ, അവർ മരിക്കുന്നതോടെ ഈ കല്ലുകൾ അങ്ങ് മാറ്റപ്പെടുകയാണെങ്കിൽ ഈ കെട്ടിടം എന്നെ താഴെ വീണേനെ. കെട്ടിടത്തിന് അങ്ങനെ താഴെ വീഴാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ക്രിസ്തു തന്നെ മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുക. ഇവിടെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ആ കെട്ടിടം അങ്ങനെ അത് താഴെ വീഴാനുള്ളതല്ല. നമ്മൾ ഓരോരുത്തരും അതിന്റെ കല്ലുകളാ. ഞാനെന്ന് പറയുന്ന വ്യക്തി ജീവനോടുള്ളതുകൊണ്ട് അതിനകത്തെ സജീവമായൊരു കല്ലായിട്ടും, എന്റെ പൂർവ്വപിതാക്കന്മാര് മരിച്ചു പോയതുകൊണ്ട് അവരെന്ന് പറയുന്ന കല്ല് മാറ്റപ്പെടുകയും ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, അത് വളർന്നുകൊണ്ടേയിരിക്കുക. കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടില്ല. കെട്ടിടം പണി എന്ന് പൂർത്തീകരിക്കും നമുക്ക് പറയാൻ കഴിയുന്നില്ല. കെട്ടിടം പണി നടന്നുകൊണ്ടേയിരിക്കുക. ഇതാണ് സഭയുടെ ഏറ്റവും വ്യത്യസ്തമായ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വലിയ സത്യം. ക്രിസ്തു മൂലക്കല്ലുമാണ്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളാണ്. അവര് മരിച്ചു കഴിഞ്ഞതാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ ആ കല്ലുകൾ മാറ്റപ്പെടണം. ആ കല്ലുകൾ മാറ്റപ്പെട്ടാൽ പിന്നെ മേളിലോട്ട് പണിയാൻ കെട്ടിടം ഉണ്ടാകത്തില്ല. നല്ല ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഇങ്ങനെ മാറ്റപ്പെടാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് എന്നുള്ള ബോധ്യമാണ് നമുക്കുള്ളത്. എവിടെയാണ് നമുക്ക് ഈ സംശയം വന്നതോ എന്ന് ചോദിച്ചാല്, അവിടെയും ഇവിടെയും കൂടെ ചേർന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടെയും ജീവിക്കും, ഇവിടെയും ജീവിക്കും. ഏതേലും ഒരു സഭയിലും പോകും, ഈ സഭയിലും വരും. കല്യാണം കഴിക്കുന്ന മുഖാന്തരം ഒരു സഭയിലെ അംഗമാവും, ജനിച്ച് ജീവിച്ചത് വേറെ സഭയിലെ. അപ്പൊ ഇവർക്കാണ് ഈ കൺഫ്യൂഷന്റെ കാലഘട്ടം. അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടായി തുടങ്ങിയത് ഇങ്ങനെ ചില വ്യതിയാനങ്ങൾ വന്നതിന്റെ പേരില. ഇനി നമ്മൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, സഭ എന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്, മണവാട്ടിയാണ്, ശരീരമാണ്. സഭ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരുമാകുന്ന കല്ലുകളാൽ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുക. പണി പൂർത്തീകരിച്ചിട്ടുമില്ല, പണി പൊളിഞ്ഞു പോയിട്ടുമില്ല, പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ തന്നെ ഏത് കാലഘട്ടമായിരുന്നാലും ദൈവത്തിന്റെ മന്ദിരത്തിന്റെ സജീവ കല്ലുകൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ വിശുദ്ധനായി ജീവിച്ച പരിമല കൊച്ചുതിരുമേനിയും ഇവിടെ കബറടങ്ങിയിട്ടുള്ള രണ്ടാമത് കബറടങ്ങിയിട്ടുള്ള ഇവാനിയസ് പിതാവൊക്കെ വളരെ ശക്തമായി സജീവതയിലുള്ള കല്ലുകളാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, രണ്ട് പേരുകളുണ്ട്. മരിച്ചുപോയവരുണ്ട്, വാങ്ങിപ്പോയവരുണ്ട്. ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത് വാങ്ങിപ്പോയവരെന്നാ പഠിപ്പിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രം. ആരാണ് മരിച്ചുപോയവർ, അല്ലെ ആരാണ് വാങ്ങിപ്പോയവർ? പലപ്പോഴും നമ്മുടെ കൺഫ്യൂഷനിൽ ഉണ്ടാകുന്ന കാര്യം അതാണ്. ആരാണ് മരിച്ചുപോയവർ, ആരാണ് വാങ്ങിപ്പോയവർ? അത് മനസ്സിലാക്കണമെങ്കിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് വരണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം. ആത്മാവും പ്രാണനും ദേഹവും. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോണേ. ആത്മാവും പ്രാണനും ദേഹവും. ഇതിന്റെ ഗ്രീക്ക് പരിഭാഷയിലോട്ട് നോക്കിയാൽ 3 പ്രധാനപ്പെട്ട സ്പ്ലിറ്റുകൾ കാണാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണാം. ഒന്ന്, ബോഡി എന്ന് പറയും, ശരീരം. അതിന്റെ ഗ്രീക്കില് സോമ എന്നാ പറയുന്നത്. നമ്മുടെ ചിന്തയിൽ പറഞ്ഞാല്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് വലുതാകുകയും ഞാൻ കുടിക്കുന്ന വെള്ളം കൊണ്ട് പുഷ്ടിപ്പെടുകയും എന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ആരോഗ്യം പ്രാപിക്കുകയും ചെയ്യുന്ന മർത്യമായ ശരീരം, നമുക്ക് കാണാൻ കഴിയുന്ന ശരീരം. 2, സോൾ. അതിന് ഗ്രീക്കില് ന്യൂസ് എന്നുള്ള പ്രയോഗമാണ് നടത്തുന്നത്.
ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രാണൻ, അല്ലെങ്കിൽ അതിനെ ഇച്ചിരൂടെ വ്യക്തമായി പറഞ്ഞാൽ ബൗദ്ധികമായ തലം എന്ന് തന്നെ പറയാം. ബുദ്ധി, അതിന് നമ്മുടെ ചിന്തിക്കുക, പഠിക്കുക, വായിക്കുക, ശ്രദ്ധിക്കുക, ശ്രവിക്കുക, ഈ തലങ്ങളിലൂടെയാണ് നമ്മുടെ ചിന്തകൾക്ക് ജീവൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. ശരീരത്തിന് ജീവൻ ഉണ്ടാക്കുന്നത് ഭക്ഷണമാണെങ്കിൽ ചിന്തകൾക്ക് ജീവൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പഠനവും അപ്രകാരമുള്ള ശ്രദ്ധയുമാണ്. മൂന്നാമത്തേതാണ് ആത്മാവ്. അതിനെ സൈക്കെന്നോ ഒക്കെ പറയും. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ശക്തിപ്പെടുന്നത്. 3 തലങ്ങളാണ് ഞാൻ വളരെ വ്യക്തമായി പറയും. ഇത് 3ഉം വ്യത്യസ്തമായി തന്നെ നിൽക്കുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യോടെ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. യഹോവേ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹമല്ല, ജീവനുള്ള ദേഹിയായി തീർന്നു. അത് ഇച്ചിരി വ്യത്യസ്തം. നിങ്ങൾ കൂടുതൽ പേർക്കും അതിന്റെ വ്യാഖ്യാനം അറിയാവുന്നവർ തന്നെയാ. ദൈവം മനുഷ്യന് മാത്രമായി നൽകിയ ഒരു കാര്യമാണ് ഈ 3ാമത്തെ കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്, അല്ലെങ്കിൽ വളർത്തു ജീവികൾ എന്തും ആയിക്കൊള്ളട്ടെ, കോഴി ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അതിന് ഭക്ഷണം കൊടുത്താൽ അതെന്തോ ചെയ്യും? കഴിക്കും. അതിന് ശരീരം വലുതാവും. അതിന് ബുദ്ധിയുണ്ടോ? നമ്മുടെ കൂട്ട് തന്നെ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാ പട്ടിയെ കല്ലെടുത്തെറിയാൻ നമ്മൾ കല്ലെടുക്കാൻ കുനിഞ്ഞാൽ അത് അന്നേരം തന്നെ ഓടും. കാരണം അതിനും എന്തോ ഉണ്ട്? ബുദ്ധിയുണ്ട്. പക്ഷേ മനുഷ്യന് ദൈവം കൊടുത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ അംശം ആർക്കില്ല? നായ്ക്കൾക്കില്ല. മനുഷ്യന് ദൈവം കൊടുത്ത, നല്ല രസകരമായ ഒരു ചിന്തയാണ് കേട്ടോ ഇത്. നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്ത രസകരമാണ്. മനുഷ്യന് ദൈവം കൊടുത്ത ദൈവ ആത്മാവിന്റെ പങ്ക് ജീവികൾക്ക് ഇല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പഴയ കാലത്തെ ആളുകൾ പറയും, ഇന്നടത്ത് ഇന്ന ആള് ചത്തു എന്ന് പറയും. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചത്തുപോയി, ഒരാള് ചത്തുപോയി എന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പേര് റിഞ്ചു പി കോശി എന്നാന്ന് പറഞ്ഞു. ഇന്നടത്തെ റിഞ്ചു പി കോശി അച്ഛൻ ചത്തുപോയി എന്ന് നാളത്തെ പത്രത്തിനകത്തൊരു തലക്കെട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? ഏറ്റവും കുറഞ്ഞ എന്റെ വീട്ടുകാരെങ്കിലും ആ പത്രക്കാരെ അടിച്ചിരിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇന്ന് നമ്മൾ മരണമായി, ദേഹവിയോഗമായി, പിന്നെ എന്തൊക്കെയാണോ അതൊക്കെയായി. എന്താ ഈ ചത്തുപോകുക എന്ന് പറഞ്ഞാലുള്ള പ്രയോഗത്തിന്റെ രസം എന്താ? ചത്തുപോയി എന്നുള്ള പ്രയോഗത്തിന്റെ അത്രയും രസകരമായ ഉചിതമായ പ്രയോഗം വേറെ ഇല്ല. മരണമെന്നോ ദേഹവിയോഗോ എന്നൊക്കെ പറയുന്നതൊക്കെ രസകരമായ സംശയമൊന്നുമില്ല, ഇച്ചിരി പ്രൗഢ ഭാഷയും. പക്ഷെ ചത്തുപോയി എന്ന് പറയുന്നതിനെ മനസ്സിലാക്കണമെങ്കിൽ സുറിയാനിയിൽ ഒരു വാക്കുണ്ട്, ഷാത്തോ എന്ന് പറയും. ഷാത്തോ എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ അത് ചാത്തം ആകും. അതിനെ നമ്മൾ ചാത്തകൃപാന എന്ന് പറയും. ഷാത്തോ എന്ന് പറഞ്ഞാൽ ഓർമ്മ, മലയാളത്തിലേക്ക് വരുമ്പോൾ അത് ചാത്തകൃപാനയായി. തമിഴര് പറയും അയ്യ സത്തുപോയി. തമിഴർ പറയുന്ന പദമാണ് അയ്യ സത്തുപോയി എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? സത്തുപോയി എന്നുള്ളത് മലയാളത്തിലേക്ക് വന്നപ്പം ചത്തുപോയി എന്നായി. എന്താ ഈ സത്ത് പോവുക എന്ന് പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിന്റെ സത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട പാവയ്ക്ക എടുത്ത് പിഴിഞ്ഞെടുത്താൽ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനത്തിന് പറയുന്ന പേരാണ് സത്ത്. ഈ സത്ത് അങ്ങ് പോയി. എന്റെ അപ്പച്ചൻ, എന്റെ വല്യപ്പച്ചൻ, എന്റെ പിതാവിന്റെ പിതാവ് എന്റെ മടിയിൽ കിടന്ന മരിക്കുമ്പം ഞാൻ കണ്ടോണ്ടിരിക്കുക. വൈകിട്ട് 8:30 ആയപ്പോഴത്തേക്ക് എന്റെ മടിയിൽ കിടന്ന് മരിക്കുക ഞാൻ കണ്ടോണ്ടിരിക്കുക. പക്ഷേ എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന്റെ ശരീരം എന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഒരു സത്തുണ്ടായിരുന്നു, ആ സത്തങ്ങ് പോയി. നല്ല മലയാളമാ. അതിനെ ചത്തുപോയി നമ്മൾ പറഞ്ഞേ. സത്ത് ദൈവം തന്ന ആത്മാവാ. ആ ദൈവം തന്ന ആത്മാവ് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയി. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ എടുക്കണം. റോമർക്കെഴുതിയ ലേഖനത്തിന് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന ഇതിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിനകത്തോട്ട് തന്നെ പറയുന്നുണ്ട്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുന്ന നാളിൽ മരിക്കും. യാതൊരു സംശയമില്ല. ഒന്നുകിൽ ദൈവം കള്ളം പറയണം, അല്ലെങ്കിൽ അവിടെ ഒരു മരണം സംഭവിക്കണം. നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് ആലോചിച്ചേ. 2 കാര്യങ്ങളാണ്.
തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ ദൈവം പറഞ്ഞത് കള്ളമാകണം, അല്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കണം. വ്യക്തമായെന്ന് എന്റെ വിശ്വാസം. ഒന്നുകിൽ ദൈവം പറഞ്ഞത് കള്ളമാകണം, അല്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കണം. ദൈവത്തിനൊരിക്കലും കള്ളം പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് ഒരിക്കലും കള്ളം പറയാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. അതാ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അടിത്തറയിട്ട് മനസ്സിലോട്ട് വരുത്തേണ്ട കാര്യങ്ങളാണ്. കാരണം അവിടെ ഇവിടെ ചെന്നിരുന്ന് മൂക്കും മുറിയും വാചകങ്ങൾ പഠിച്ചിട്ട് വരുന്നവൻ നമ്മളെടുത്ത് കയറി ആശയത്തിന്റെ വിഷയമല്ല ആമാശയത്തിന്റെ വിഷയമായി വാഗ്വാദത്തിന് വരുമ്പം അടിപതറിപ്പോകുന്ന ചില ചിന്തകളാണ് ഞാൻ ഈ പറയുന്നത്. ആശയത്തിന്റെ വിഷയമാണ് അവനെ പറഞ്ഞു പഠിപ്പിക്കാം, ആമാശയത്തിന്റെ വിഷയമല്ലേ. പണ്ട് വെട്ടുകാരനായിട്ടിരുന്നു, ഇപ്പൊ വചനം ഘോഷിക്കാൻ നടക്കുക. അപ്പൊ അവന് ജീവിക്കാനുള്ള വഴിയാണ്. 10 പേരുടെ ഒരു വീടും കൊടുത്ത് അങ്ങോട്ടിറക്കി വിട്ടു. ഇവനിത് വളർത്തണം. അവന്റെ ആമാശയത്തിന്റെ വിഷയമാണ്, ആശയത്തിന്റെ വിഷയമല്ല. ആമാശയത്തിന്റെ വിഷയമുള്ളവൻ നമ്മളുടെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ ആമാശയം നമ്മളെ തുറന്നും കൊടുക്കും. അതുകൊണ്ടൊന്ന് ഓർക്കണം. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ള വാക്യം എവിടെയാ? റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം അല്ലയോ? ഉണ്ടോ? അത് ഉണ്ടോ? വായിച്ചേ. 6-ാം അധ്യായം 3-ാം വാക്യം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. ക്ഷമിക്കണം, എനിക്ക് എഴുതിയതിനകത്ത് എന്തോ ഒരു തെറ്റ് പറ്റിയതാ. എന്തായാലും നമുക്ക് അറിയാവുന്ന വാക്യം, വേദപുസ്തകത്തിലുള്ള വാക്യമാണ്, പാപത്തിന്റെ ശമ്പളം മരണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുകൂടെ ചേർത്ത് നോക്കിയാൽ മതി. പാപം ചെയ്ത ആദമിന് അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ മരിച്ച ആദാം തന്നെയാണ് പിന്നീട് കായീനെ ജനിപ്പിച്ചു. കായീന്റെ സഹോദരന്റെ പേരെന്താ? ഹാബേലിനെ ജനിപ്പിച്ചു. വളരെ വ്യക്തമായി ഭൂമിയിൽ ജീവിച്ചിരുന്നു, സന്തതി പരമ്പരകളുടെ പിതാവായി മാറി. മരിച്ച ആദമിന് അങ്ങനെ ജനിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 മരണം ഉണ്ട്, വ്യക്തമായെന്ന് എന്റെ വിശ്വാസം. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണം. ദൈവം തമ്പുരാൻ പറയുന്നു നീ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ മരിക്കും. അങ്ങനെയാണെങ്കിൽ ആദം മരിച്ചിട്ടുണ്ട്, ദൃശ്യലോകത്ത് മരണം സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 2 മരണം, വ്യക്തമായെന്ന് എന്റെ വിശ്വാസം. ഇനി ആ 2 മരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മരണം വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. 21 മുതൽ 43 ഭാഗങ്ങൾ. എന്നാലും അതിനകത്ത് ഞാനൊരു വാക്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട്. മർക്കോസ് സുവിശേഷം 5:31 വായിച്ചാട്ട്. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 31-ാമത്തെ വാക്യം. അതെ, വായിച്ചേ. അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുന്ന രീതിയിലൊരു വാചകം ഉണ്ടല്ലോ. അവൾ മരിച്ചിരിക്കുന്നു, ഇനി അവനെ പ്രയാസപ്പെടുത്തണ്ട. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യായിറോസിന്റെ മകൾ മരിച്ച സംഭവമാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിനകത്ത് കാണുന്നത്. അവിടെ രസകരമായി പറഞ്ഞിരിക്കുകയാണ്, അവനെ ബുദ്ധിമുട്ടിക്കേണ്ട. യേശുമ്പുരാന്റെ അടുക്കൽ യായിറോസിന്റെ മകളെ സൗഖ്യമാക്കാൻ പോകുന്ന രംഗത്തിൽ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന്. നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ എന്ത് ചെയ്യേണ്ട? അസഹ്യപ്പെടുത്തണ്ട. അപ്പൊ ഒരു മരണം നമുക്കറിയാം. ഇനി അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ലാസറിന്റെ മരണം ഈ ഭൂമിയിൽ വെച്ച് നടക്കുന്നതാണ്. അത് ഒരു തരം മരണം. രണ്ടാമത്തെ മരണമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം
5-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ ഈ 2 ഭാഗവും എടുത്തത് പഴയ നിയമത്തിൽ നിന്നല്ല, പുതിയ നിയമത്തിൽ നിന്ന് മാത്രമാണ്. യേശുതമ്പുരാന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട് യായിറോസിന്റെ മകൾ മരിച്ചുവെന്ന്. അത് ഒന്നാമത്തെ ഒരു രീതിയിലുള്ള മരണമാണെങ്കിൽ, രണ്ടാമത്തെ മരണത്തെ കുറിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഇതൊരു വാക്യമാണ് അതിനകത്ത്. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ ചത്തുവിരിക്കുക. ഈ 2 രീതിയിലുള്ള മരണമാണ്. ഒന്നാമത്തെ മരണം ഞാൻ പറഞ്ഞു, ശരീരപ്രകാരം ഉള്ള മരണം. ലോകം നോക്കുമ്പോൾ മരിച്ചങ്ങിരിക്കുക. അവൻ അനങ്ങാൻ കഴിയുന്നില്ല, അവനൊന്നും കാണാൻ കഴിയുന്നില്ല, അവനൊന്നും മിണ്ടാൻ കഴിയുന്നില്ല, അവനൊന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ആത്മാവിലുള്ള മരണമാണ്. ആ ആത്മാവിലുള്ള മരണത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ജീവിച്ചിരിക്കെ തന്നെ ചാകുക എന്ന് പറഞ്ഞാൽ ലോകം നോക്കുമ്പോൾ ജീവനോടെ ഇരിക്കുക. എൻ്റെ ഒരു ഗുരുനാഥന്റെ ഒരു വലിയ ഷെൽഫ് ഉണ്ടായിരുന്നു. ഞാൻ ആരെന്നോ പേരൊന്നും പറയണില്ല. എൻ്റെ ഒരു ഗുരുനാഥന്റെ വലിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നു, പുസ്തകം ക്രമീകരിച്ച് വെച്ചേക്കുന്ന ഒരു ഷെൽഫ്. ഒരു പ്രാവശ്യം ഞാൻ ഒരു സംശയമായിട്ട് അദ്ദേഹത്തിന് എടുക്കൽ ചെന്നപ്പം അദ്ദേഹം ഷെൽഫിൽ നിന്ന് ഒരു പുസ്തകം ഇങ്ങോട്ട് പിടിച്ചിട്ട് എടുത്തു നോക്കാനായിട്ട് ശ്രമിച്ചു. എടുത്തു നോക്കിയപ്പോൾ ആ പുസ്തകത്തിന്റെ പുറത്തെ ആ പാളി മാത്രം ഇളകി വന്നു. നോക്കിയപ്പോഴാണ് മനസ്സിലായത് അകത്തൂടെ വെഞ്ചതൽ കയറി തിന്നിരിക്കുക. ആകപ്പാടെ ഇളകി വന്നത് വെളിയിൽ കൂടെ കണ്ട ഒരു രൂപം മാത്രം, നമ്മുടെയൊക്കെ കൂട്ട് തന്നെ. കാണുമ്പം നല്ല ജീവനോടെ ഇരിക്കുക, എന്നാൽ അകത്ത് മരിച്ച് അടക്കപ്പെട്ട രീതിയിൽ ഇരിക്കുക. ഒരു അല്പം പോലും ജീവനില്ലാത്ത അവസ്ഥ. ഇത് തന്നെയാ ഏദൻ തോട്ടം നടന്നത്. ആദാം മരിക്കുന്നുണ്ട്, ആദാമിന്റെ ഉള്ളിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ ശാരീരികമായി നോക്കുമ്പം ആദാമിന് മരണം സംഭവിച്ചതായിട്ട് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ വ്യക്തമാക്കിയേക്കാം, മരിച്ചുപോയവർ എന്ന് പറയുന്നവര് ശരീരത്തോടെ ജീവനോടെ ഇരിക്കുകയാണ്, എന്നാൽ ആത്മാവ് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. വാങ്ങിപ്പോയവര് ശരീരം കാണാൻ കഴിയുന്നില്ല, എന്നാൽ ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു എന്താണ് സഭ. രണ്ടാമത് ഞാൻ പറഞ്ഞു ആരാണ് മരിച്ചുപോയവര്, ആരാണ് വാങ്ങിപ്പോയവര്. മരിച്ചുപോയവരെ കുറിച്ച് ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ. ശരീരത്തിൽ ജീവനോടുണ്ടായിരുന്നാലും ശരീരം ജീവനോടെ ഇല്ലെങ്കിലും ആത്മാവ് മരണത്തിലായിരിക്കുക. അത് ആ കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവളെന്നും പാപത്തിന്റെ ശമ്പളം മരണമെന്നും ഏദൻ തോട്ടത്തിൽ വെച്ച് കനി ഭക്ഷിച്ചപ്പോ മരിച്ചുവെന്നും ഒക്കെയുള്ള പ്രയോഗം ഈ മരണത്തെ കുറിച്ചാണ്. എന്നാൽ വാങ്ങിപ്പോയവരുടെ പ്രത്യേകത, അവര് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് വിശ്വാസിക്ക് മരണമില്ല എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു വിശ്വാസിക്ക് ഒരു കാലത്തും മരണം ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം, ജീവിച്ചിരുന്ന് തുടങ്ങുന്ന ഒരു വാക്യമാണ്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് ഞാൻ പറഞ്ഞ വാചകമല്ല, സഭയിലെ പിതാക്കന്മാരാരും തൊഴിലില്ലാത്ത സമയത്ത് പറഞ്ഞ വാചകമല്ല, സാക്ഷാൽ യേശു തമ്പുരാൻ നേരിട്ട് പറഞ്ഞ വാചകമാണ്. ഇതൊക്കെ കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ എങ്ങനെയാ ഈ സംശയം ഉണ്ടാവുന്നത് എനിക്കറിയത്തില്ല. ഇതൊക്കെ കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ എങ്ങനെയാ പിന്നെ ഈ സംശയം ഉണ്ടാവുന്നത് എനിക്കറിയത്തില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. കർത്താവിൽ വിശ്വസിക്കാത്തവരുടെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ, അവൻ ജീവനോടെ ഇരിക്കുന്ന കർത്താവിൽ വിശ്വസിച്ചവനാണോ, അവൻ ഉറപ്പായിട്ടും മരിക്കുകയില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. രണ്ടാമത് നമുക്ക് അതിനൊരു ഉദാഹരണോട് എടുക്കാം. ഇത് യേശുമ്പുരാൻ പറഞ്ഞൊരു വാചകം. രണ്ടാമത് അതിനൊരു ഉദാഹരണോട് വേണമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം
23-ാം അധ്യായം 43-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കും എന്ന് സത്യമായും. നമ്മൾ ഈ സത്യം ഇടുന്ന എപ്പോഴാ? അത്ര ഉറപ്പുള്ള കാര്യത്തിന് മാത്രമേ നമ്മൾ സത്യം ഇടത്തുള്ളൂ. അത്ര ഉറപ്പിച്ച് തമ്പുരാൻ പറയുകയാണ്. ഇവിടെ ഈ ശബ്ദം കേൾക്കുന്നവരോ എന്നെ ഇപ്പൊ ഇന്റർനെറ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ചെവി ഒന്ന് ചെറുതായിട്ട് തുറന്നാൽ മതി. തമ്പുരാൻ വളരെ വ്യക്തമായി പറയുകയാണ്, വലതുവശത്തെ കള്ളൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, എന്തായാലും യേശു തമ്പുരാനോട് കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. പിന്നെ നമുക്ക് സംശയം അല്ലേ? ഇന്നെന്ന് പറഞ്ഞ എന്നാ? 9 മണിയായപ്പോ യേശു തമ്പുരാനെ കൊണ്ടുപോയി കബറടക്കാൻ കൊണ്ടുപോയി, മരിച്ച് അവസാനം കള്ളന്മാരുടെ കാല് തല്ലി ഓടിച്ചു മരിക്കാൻ വേണ്ടി. അങ്ങനെ മരിച്ച് അടക്കപ്പെട്ട കള്ളനോടാ പറയാൻ പോകുന്നത്, ഇന്ന് നീ എവിടെ ഇരിക്കും എന്നാ പറഞ്ഞേ? പറുദീസയിലിരിക്കും. തമ്പുരാൻ എന്നെ കള്ളത്തരങ്ങളാ പറയണ അല്ലേ? ആധുനിക കാലഘട്ടത്തിലെ പഠിപ്പിക്കുന്നവരുടെ ഭാഷയെ പറഞ്ഞ തമ്പുരാൻ എന്നെ കള്ളത്തരാ പറയണേ. നടക്കുമോ ഈ കാര്യം? നടക്കുമെന്നുള്ള കാര്യ. തമ്പുരാന്റെ കൂടെ പറുദീസയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുമെന്നുള്ള കാര്യം തന്നെയാ. ജീവിച്ചിരുന്ന വിശ്വാസം ഏറ്റു പറഞ്ഞ കള്ളന് ദൈവം കൊടുത്ത വാക്കാണ്, ഇന്ന് എന്നോടുകൂടി പറുദീസയിലിരിക്കും. രണ്ടാമത്തെ വരവില പറുദീസയിലിരിക്കുന്നെന്ന് ചിലര് പഠിപ്പിക്കുന്നെങ്കിൽ അതിന് ഒരു യാഥാർത്ഥ്യമില്ലെന്ന് യേശു തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുക. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. അപ്പൊ ഇതിന് ഒസാസി തിരുമേനി പറയും, തമ്പുരാൻ പിന്നീട് ഒരു ചെറിയ കാര്യം കൂടെ ചെയ്തു കേട്ടോ. അത് നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വരാൻ വേണ്ടിയാ. തമ്പുരാൻ ഒരു ചെറിയ വാചകം പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. എന്നിട്ട് തമ്പുരാൻ എങ്ങോട്ടാ പോയെ? പാതാളത്തിലോട്ടാ പോയെ അല്ലേ? തമ്പുരാൻ കള്ളനോട് പറഞ്ഞു നീ എന്നോടുകൂടി പറുദീസയിലിരിക്കുമെന്ന്. എന്നിട്ട് തമ്പുരാൻ പോയത് എങ്ങോട്ടാ? അപ്പൊ എങ്ങനെയാ അതൊരു സത്യമാവുന്നേ? അപ്പൊ ഈ നസാസിരുവേനി വളരെ വ്യക്തമായി വ്യാഖ്യാനിക്കും ഇങ്ങനെ, തമ്പുരാൻ പാതാളത്തെ എന്തോ ആക്കിയെടുത്തു, പറുദീസയാക്കിയെടുത്തു. തമ്പുരാൻ പാതാളത്തെ പറുദീസയാക്കിയെടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം. നമ്മളൊക്കെ ഈ വിവാഹ കുദാശയിൽ കൂടി പറുദീസയുടെ അനുഭവത്തിലേക്ക് വിടുന്നതെന്നാ പറയുന്നത്. ദൈവത്തിന്റെ അളവറ്റ കരുണയെ ഞാൻ ഉൾപ്പെടെ ഇവിടെ മിക്കവാറും ഉള്ള ആളുകൾ ഉൾപ്പെടെയൊക്കെ പറുദീസയെ നമ്മൾ എന്തോ ആക്കിയെടുക്കും, പാതാളമാക്കിയെടുക്കും അല്ലേ? യാതൊരു സംശയമില്ലാത്ത കാര്യം. തമ്പുരാൻ പാതാളത്തിൽ ചെന്ന്, അല്ലെ ക്രിസ്ത്യാനിയുടെ പ്രത്യേകത ഏതാണ്? അവനെ പാതാളത്തിലേക്ക് അയച്ചാൽ അവൻ അതിനെ എന്തോ ആക്കിയെടുക്കും, പറുദീസയാക്കി എടുക്കും. പക്ഷെ ദൈവം നമ്മളെ പറുദീസയിലോട്ട് വിട്ടപ്പം നമ്മൾ അതിനെ എന്തോ ആക്കി എടുക്കുക, പാതാളമാക്കി എടുക്കുക. അത് നമ്മുടെ കുഴപ്പം അല്ലേ? അല്ല തമ്പുരാന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ 1-ാം ലേഖനം 23 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം വളരെ രസകരമായി പറഞ്ഞു. എന്നാ? ഇവ രണ്ടിനാലും ഞാൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം വായിച്ചോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. നാലേ ചോദിക്കുക, പൗലോസ് അപ്പോസ്തലന്റെ സത്യമായ ദൈവശാസ്ത്രം അറിഞ്ഞ, ദൈവത്തെ യഥാർത്ഥമായി വിശ്വസിച്ച് ജീവിച്ച പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ കാണുന്ന മർത്യമായ കൂടാരത്തെ ഒന്ന് വിട്ടുപിരിഞ്ഞിട്ട് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. ഇതാണ് യഥാർത്ഥമായി നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടത്. ഒരു വിശ്വാസിക്ക് മരണം ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ ഞാൻ വായിച്ച ഒരു കാര്യം, എനിക്ക് വായനയിൽ കൂടി നേരിട്ട് ഞാൻ കണ്ടതല്ല. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഇന്ന് എത്ര തീയതി? അപ്പൊ ശിഷ്യന്മാർ സുറിയാനി ഭാഷയിലെ ഒരു മാസവും പറഞ്ഞു, ഒരു തീയതിയും പറഞ്ഞു. പരിമല തിരുമേനി തൊട്ട് അടുത്ത പാചകത്തിൽ ചോദിച്ചു ഇങ്ങനെ തമ്പുരാനോട്, ഇനി എങ്ങനെ തമ്പുരാനെ ഞാൻ 2 നാൾ കൂടി ഇവിടെ ഇങ്ങനെ കഴിയണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് വിശ്വാസമുള്ളൊരു ജീവിതമായിരുന്നു. ഈ 2 നാളുകൂടെ കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഈ ശരീരം വിട്ടിട്ട് അങ്ങോട്ടങ്ങ് വരികയാ.
എന്ത് വിശ്വാസമുള്ള ജീവിതം! നമ്മൾ അവിടെ ക്രിസ്തു തന്നെ ശരീരപ്രകാരം മാറ്റപ്പെട്ട ആളുകളെ, ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 37-38 വാക്യം ചേർത്ത് വായിച്ചാൽ മനസ്സിലാവും. ക്രിസ്തു കർത്താവേശുവിനെ നേരിട്ട് വിളിക്കുന്ന വാചകമാണ്. വായിച്ചാട്ടെ. മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു എന്നതോ മോശയും ഉൾപ്പെടൽ ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും. അത് ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 37-38 വാക്യം. അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാണ്, ജീവനുള്ളവരുടെ ദൈവമാണ്, മരിച്ചുപോയവരുടെ ദൈവം അല്ലെന്നും പറയുന്നുണ്ട്. ഈ വേദഭാഗം അതിന്റെ ഒരു ചെറിയ വ്യാഖ്യാനമാണ് നൽകുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അബ്രഹാം മരിച്ചുപോയ ആളല്ലേ? ശാരീരികമായി മരിച്ചടക്കപ്പെട്ട ഒരാളാ. ഇസഹാക്ക് മരിച്ചടക്കപ്പെട്ട ആളാ. യാക്കോബ് മരിച്ചടക്കപ്പെട്ട ആളാ. യേശുദമ്പുരാൻ തന്നെ പറയുകയാണ്, ഞാൻ മരിച്ചുപോയവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്, ഞാൻ വാങ്ങിപ്പോയവരുടെ ദൈവമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, മനസ്സിൽ ആഴ്ന്നിറങ്ങണം. ഒരു വ്യക്തിയുടെ ശരീരത്തിന് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞ് ആത്മാവിന് മരണം സംഭവിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ശരീരത്തിന് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞ് ആത്മാവിന് മരണം സംഭവിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് ഏറ്റവും സത്യമായ കാര്യം. 4-ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ ഓരോന്നായിട്ടാണ് പറഞ്ഞു വരുന്നത്. 1 സഭ എന്തെന്ന് പറഞ്ഞു, 2 മരിച്ചുപോയവരാരാണ്, വാങ്ങിപ്പോയവരാരാണെന്ന് പറഞ്ഞു, 3-ാമത് ഞാൻ പറഞ്ഞു വിശ്വാസിക്ക് മരണമില്ല എന്ന് പറഞ്ഞു, 4-ാമത് എല്ലാവരുടെയും സംശയത്തിന്റെ പ്രധാന ചോദ്യം, വാങ്ങിപ്പോയവർക്ക് നമ്മളെ അറിയാൻ കഴിയുമോ? അവർ ചത്തുകുത്തിയിരിക്കുകയല്ലേ, അവർക്ക് നമ്മളെ അറിയാൻ കഴിയുമോ, പ്രതികരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സംശയം. വാങ്ങിപ്പോയവരെ നമ്മൾ തന്നെയല്ലേ കൊണ്ട് കുഴിച്ചിടുന്നത്, അവര് നമ്മളെ അറിയുന്നുണ്ടോ, കാണുന്നുണ്ടോ എന്ന് വളരെ സംശയമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43-ാമത്തെ വാക്യം വായിച്ചേ. അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു. ലാസർ പുറത്തു വന്നു. ലാസർ മരിച്ചവനായിരുന്നു. മരിക്കുക മാത്രമാണ് ചെയ്തേ ഇല്ല. എന്തോ ചെയ്തു തുടങ്ങി? 4 ദിവസം ആയപ്പോഴത്തേക്ക് നാറ്റവും വെച്ചു തുടങ്ങി. സഹോദരിയാ പറഞ്ഞേ, ഇതുവരെ ചേട്ടൻ അടിച്ചുകൊണ്ടിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണമെല്ലാം മാറി ഇപ്പൊ ചേട്ടന്റെ ദേഹത്തു നിന്ന് എന്താ വന്നു തുടങ്ങി? നാറ്റം വന്നു തുടങ്ങി. എന്നിട്ട് പറയുകയാണ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പം ലാസർ വിളി കേട്ടു, പ്രതികരിച്ചു, പുറത്തു വന്നു. അപ്പൊ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ പറയും, എന്റെ പൊന്നച്ച അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കൊള്ളാമോ? കാരണം ദൈവമല്ലേ വിളിച്ചത്. ദൈവം വിളിച്ചപ്പം ദൈവത്തിന് വിളി കേൾക്കാതിരിക്കാൻ ലാസറിന് കഴിയുമോ? നമ്മുടെ കൂട്ടുവല്ലോ ആണോ ദൈവം? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. ആരൊക്കെയാണെന്നറിയാമോ? മലയുടെ മുകളിൽ വെച്ച്, താബോർ മലയുടെ മുകളിൽ വെച്ച് മോശയും ഏലിയാവും പ്രത്യക്ഷനായി. ഇനി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാൻ പോകുന്ന നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ആരാ സംസാരിച്ചെന്ന് പറയുന്നുണ്ട്? അവർ പ്രത്യക്ഷപ്പെട്ടു, അവർ അവനോട് സംസാരിച്ചു. എന്തിനെ കുറിച്ചാ? യെരൂശലേമിൽ യേശു തമ്പുരാൻ പ്രാപിക്കുവാൻ പോകുന്ന നിര്യാണത്തെ കുറിച്ച്. ആരൊക്കെയാ സംസാരിച്ചത്? മോശയെ പർവ്വതത്തിൽ അടക്കം ചെയ്തു എന്നുള്ള കാര്യം, നെബോ പർവ്വതത്തിൽ അടക്കം ചെയ്തു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഏലിയാവ് ആകാശത്തിലേക്ക് എടുക്കപ്പെട്ടു, ശരി ആയിക്കൊള്ളട്ടെ. എങ്കിലും വാങ്ങിപ്പോയ മോശയും ഏലിയാവും സംസാരിക്കുന്നത് ദൈവം അല്ലെങ്കിൽ യേശു തമ്പുരാൻ ഇനി യെരൂശലേമിൽ പ്രാപിക്കാനിരിക്കുന്ന മരണത്തെ കുറിച്ചാ. എന്ത് വ്യക്തമായിട്ട് അറിയാമെന്നറിയാവോ? ലോകത്തിൽ ആർക്കും അറിയില്ല. പിന്നീട് പത്രോസ് അപ്പോസ്തലനോട് പോലും പറയുന്നത്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയുന്നത്, എനിക്ക് മരണം ഉണ്ടാകാൻ പോവാണ്, ഇന്നവരെ എന്നെ കുരിശിൽ തറയ്ക്കും, ഞാൻ 3 ദിവസം കഴിയും ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ യേശു തമ്പുരാൻ പറയുന്നത് പിന്നീടാ. അതിനേക്കാളും വ്യക്തമായ നിഗൂഢ സത്യം ആർക്ക് മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മുടെ ചില ആളുകളൊക്കെ പറയും, എൻ്റെ അച്ഛ ഇന്നലെ വൈകിട്ട് അമ്മച്ചി വന്നു. ഏതമ്മച്ചി? എൻ്റെ അമ്മച്ചി വന്നു. എവിടെ വന്നു?
എന്റെ അടുക്ക് വന്നപ്പോ അച്ഛ ഇന്നലെ രാത്രിയില്. അപ്പൊ അമ്മമ്മ ഉറങ്ങി കിടക്കുമല്ലായിരുന്നു. ആരെന്നച്ചാ? എന്റെ അമ്മച്ചി വന്നു. അപ്പൊ അമ്മച്ചി പണ്ട് മരിച്ചു പോയതല്ലേ? ആന്നച്ചാ, അമ്മച്ചി ആത്മാവിൽ വന്നു. എനിക്ക് മനസ്സിന് വിഷമം തട്ടിയെന്ന് എന്റെ അമ്മയാക്കി മനസ്സിലായപ്പം അമ്മ രാത്രിയിൽ എവിടെ വന്നു? എന്റെ അടുക്കൽ വരും. അതിന് യാതൊരു സംശയമില്ല. നമ്മുടെ എത്രയോ ആളുകള് ഇവിടെ ഈ എനിക്ക് സ്വാഗതം പറഞ്ഞ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു 6 മാസം താമസിച്ച ഒരാളാണ്. ഞാൻ ഈ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഒരു മുസ്ലിം സഹോദരി, കറ്റാനംകാരി ഒരു മുസ്ലിം സഹോദരി എന്നോട് പറഞ്ഞ കാര്യമാണ്, എന്റെ അച്ഛ ഒരു ജീവിതത്തിന്റെ ഘട്ടം എങ്ങനെ നയിക്കണമെന്ന് അറിയാതിരുന്ന സമയത്ത് ഒരു തേജസ്സുള്ള മനുഷ്യൻ എന്റെ അടുക്കൽ വന്നു. എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇന്നതുപോലൊക്കെ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ആ തേജസ്സുള്ള മനുഷ്യനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ആരാണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ മനസ്സിൽ അന്നേരം ഒരു ഉത്ബോധം ഉണ്ടായി, അത് പരുമല കൊച്ചു തിരുമേനിയാണ്. ഒരു ഓർത്തഡോക്സുകാരനും അല്ല പറഞ്ഞേ, ഒരു ഇസ്ലാം സഹോദരിയ എന്നോട് ആ കൗണ്ടറിന്റെ തൊട്ട് മുമ്പ് വെച്ച് പറഞ്ഞേ. പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനിയെ പോലുള്ളവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി അപ്പൊ നമുക്കൊരു സംശയം ഇച്ചൂടൊന്ന് വരട്ടെ, അതിനുവേണ്ടി ഒരു വാക്യം കൂടെ വായിക്കാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 28-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ചേ. ആ വാക്യം ഏതാ? അതിനകത്ത് 3-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ ശമൂവേൽ മരിച്ചു പോയിരുന്നു, ഇസ്രായേലെല്ലാം അവനെ കുറിച്ച് വിലപിച്ച്. അത്രയും മതി. ശമൂവേൽ മരിച്ചു, ശമൂവേൽ പ്രവാചകൻ മരിച്ചു എന്നുള്ളതാണ് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 28-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്. അതിനുശേഷം വരുന്ന വാചകമാണ് അടുത്ത വായിക്കുന്നത്. വായിച്ചേ, എത്രാം വാക്യം പറഞ്ഞു വായിച്ചേ. ഇസ്രായേലെല്ലാം അവനെ കുറിച്ച് എത്രാം വാക്യമാണെന്ന് പറഞ്ഞു വായിച്ചേ. 1 ശമൂവേൽ 28:3 കഴിഞ്ഞിട്ടുള്ള വാക്യം. ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്ന വാക്യം ഏതാ? 28:15. വായിച്ചേ. 15 മുതൽ അങ്ങ് വായിച്ചു. നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയാം. ശൗല് പണി കിട്ടി. ശൗലിന്റെ കൊള്ളരുതാഴ്മ കൊണ്ട്, ജീവിതത്തിന്റെ തിന്മ പ്രവർത്തികൾ കൊണ്ട് ശൗലിന് പണി കിട്ടി തുടങ്ങിയപ്പോ ശൗൽ ഉടനടി തന്നെ ഒരു വെളിച്ചപ്പാടത്തിയുടെ സഹായത്തോടു കൂടി ആരെ വിളിച്ചു വരുത്തിയെന്നറിയാമോ? ശമൂവേലിനെ വിളിച്ചു വരുന്നത്. ആ ശമൂവേൽ പറയുന്ന വാചകമാണ്, നീ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തി. ഇനി താഴോട്ട് വായിച്ചു, മൊത്തം വായിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം. നീ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്തെന്ന് ചോദിച്ചു. അതിനെ ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമരുളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ച് എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കുകയും നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അമാലേക്കിന്റെ മേൽ അവന്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോട് കൂടെ ആകും. അത്രയും മതി. ഈ ഞാൻ പിന്നീട് പറയാൻ മറന്നുപോയാലും അച്ഛനോടുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കുക. കാരണം എനിക്കത് ഒരേ സമയത്ത് എടുത്ത് വായിക്കാൻ കഴിയത്തില്ലാത്ത അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ സഹായം തേടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു. ശൗല് ലോകത്തിലെ തന്നെ പ്രബല രാജാവെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച് നടക്കുക. ആ ശൗല് ഒന്ന് ചെയ്തിട്ടും, എന്തൊക്കെ നേർച്ച നേർന്നിട്ടും, എന്തൊക്കെ പ്രാർത്ഥന നടത്തിയിട്ടും ദൈവത്തിന്റെ പ്രവാചകന്മാരോ ആരും തന്നെ ശൗലിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ ആയപ്പോൾ ശൗൽ എന്തോ ചെയ്തു? ശമൂവേലിനെ വിളിച്ചു വരുത്തി. ശമൂവേൽ വന്നപ്പോ രസകരമായ ഒരു കാര്യം പറഞ്ഞു, നീ എന്റെ സ്വസ്ഥതയ്ക്ക് എന്തോ വരുത്തി? ഭംഗം വരുത്തി. കാരണം ഞാൻ എവിടെ ഇരിക്കുകയായിരുന്നു? ദൈവത്തിന്റെ അടുക്കൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക, ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്വസ്ഥമായിട്ടിരുന്നപ്പോഴാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്. 1. 2, അവൻ പറയുകയാണ്, ദൈവം നിന്നെ വിട്ടുമാറിയിരിക്കുന്നു. ഇപ്പൊ ആരുടെ കാര്യം ശമൂവേലിന് അറിയാം? ദൈവത്തിന്റെ കാര്യം അറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വളരെ രസകരമായിട്ട് ചിന്തിച്ചേ. ശമൂവേലിന് ദൈവത്തിന്റെ അടുക്കലായിരുന്നോണ്ട് ശമൂവേലിന് മനസ്സിലായി ശൗലിനെ ദൈവം വിട്ടുമാറിയിരിക്കുന്നു. 2, നിന്നെ ദൈവം അമാലേക്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. എന്താ ചെയ്യാൻ പോകുന്നത്? ദൈവം
നിന്നെ അമാലേക്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. വ്യക്തമായി പറഞ്ഞു, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയാ പറഞ്ഞു. 3, നാളെ ഈ സമയത്ത് നീയും നിന്റെ മക്കളും എൻ്റെ കൂടെ ഇരിക്കും. എൻ്റെ കൂടെ ഇരിക്കുന്നു പറഞ്ഞാൽ എവിടെ ഇരിക്കുന്ന? മരിച്ചിരിക്കുമെന്ന്. ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വേദഭാഗമാണ്. നമ്മളൊക്കെ വായിച്ചിട്ടില്ലാത്തോണ്ടാ, വേദപുസ്തകം പഠിച്ചിട്ടില്ലാത്തോണ്ടാ ഇന്നും മരിച്ചുപോയവരെ കുറിച്ച് സംശയം വരുന്നത്. ഇന്നും മരിച്ചുപോയവരെ കുറിച്ച് സംശയം വരുന്നത് വേദപുസ്തകം പഠിച്ചിട്ടില്ലാത്തോണ്ടാ. ശൗലിന്റെ രാജാവിന്റെ അടുക്കൽ ശമൂവേൽ വളരെ വ്യക്തമായി പറയുകയാണ്, 1, നീ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തി. 2, ദൈവം നിന്നോട് അകന്നിരിക്കുന്നു. 3, ദൈവം നിന്നെ നാളെ അമാലേക്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. 4, നീയും നിന്റെ മക്കളും നാളെ എന്റെ കൂടെ മരിച്ചവരുടെ ലോകത്തിരിക്കും. ഇതിനും വലിയ കാര്യം എന്നാ വേണ്ടി? ഇതിനും വലിയതായിട്ട് എന്നെ അറിവാ വേണ്ടി? ഇനി മരിച്ചവർക്ക് പ്രതികരിക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ സംശയത്തിന് ഒരു ഭാഗം നമുക്ക് തീർന്നു. യേശു തമ്പുരാൻ എന്തെങ്കിലും മരിച്ചവരോട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. യേശു തമ്പുരാൻ എന്തെങ്കിലും മരിച്ചവരോട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യവും 4-ാം അധ്യായം 6-ാം വാക്യവും വായിച്ചാണ്. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. യേശു തമ്പുരാൻ ചെന്നു. എവിടെ ചെന്നു? ആത്മാവിൽ ചെന്നു. എവിടെ ചെന്നു? പാതാളത്തിൽ ചെന്നു. ബന്ധിക്കപ്പെട്ടിരുന്നവർ, സാത്താന്റെ ബന്ധനത്തിൽ, പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്ന ആത്മാക്കളോട് യേശു തമ്പുരാൻ എന്തോ പറഞ്ഞു എന്നാ പറഞ്ഞേ? മണ്ടത്തരം പ്രവൃത്തി ചെയ്യുവോ ദൈവം തമ്പുരാൻ? ദൈവം മണ്ടത്തരം ചെയ്യുവോ? പ്രതികരിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായിട്ടാണ് യേശു തമ്പുരാൻ വാങ്ങിപ്പോരെ കണ്ടത്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ ആത്മാവിൽ ചെന്ന് അവരോട് തന്നെ വചനം ഘോഷിച്ചത്. ഇനി 4-ാം അധ്യായം 6-ാം വാക്യോട് വായിച്ച് ഇച്ചൂടെ ക്ലിയർ ആവും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. ഇപ്പോഴും നമുക്ക് സംശയമാണ്. മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന തെറ്റാണോ? മരിച്ചവരോട് സംസാരിക്കുന്ന തെറ്റാണോ? മരിച്ചവരോട് മധ്യസ്ഥ അണയ്ക്കുന്ന തെറ്റാണോ? യേശു തമ്പുരാൻ അത്രയും മണ്ടനല്ലല്ലോ നമ്മളാരും. യേശു തമ്പുരാൻ എന്നാ മണ്ടനാന്നറിയോ? യേശു തമ്പുരാൻ എന്തോ ചെയ്തെന്നാ പറഞ്ഞേ? മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. നമ്മൾ അവരോട് ഒന്നും പറയുന്നില്ല. ഒരു സുവിശേഷം അറിയിക്കും. നമ്മൾ അവരോട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനെ. പരിശുദ്ധന്മാരെ നിങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യണമെന്നല്ല പറഞ്ഞേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ബോധ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ മരിച്ചവർക്ക് നമ്മളെ കാണുവാൻ കഴിയും, നമ്മളെ കുറിച്ചറിയാൻ കഴിയും, ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതിയെ കുറിച്ച് അറിയാൻ കഴിയും, അവർക്ക് സ്വയം പ്രതികരിക്കാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും അവർക്ക് പറഞ്ഞു തരാൻ കഴിയും. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ കബറിങ്ങിലൊക്കെ വന്നിരുന്നിട്ട് എനിക്കത് തരണം, എനിക്കിത് തരണം, വേണം 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 എന്നൊക്കെ പറയുമ്പോൾ തിരുമേനിയോട് ചോദിക്കണം, തിരുമേനി ഇനി എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? തിരുമേനി അതെനിക്കൊന്ന് പറഞ്ഞതാ. തിരുമേനി ദൈവത്തോട് ചോദിച്ചിട്ട് അതെനിക്കൊന്ന് പറഞ്ഞതാ. എന്താ മറുപടി നമുക്ക് നോക്കാം. ശമൂവേലിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പരിമല കൊച്ചു തിരുമേനിക്കും പറഞ്ഞു തരാൻ കഴിയും. അവിടെയാ ആത്മാവ് ദൈവത്തോടെ ആയിരിക്കുന്ന അവസ്ഥ. 5-ാമത്തെ കാര്യം, വാങ്ങിപ്പോയവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. വാങ്ങിപ്പോയവർക്ക് കാണാൻ കഴിയായിരിക്കും, അറിയാൻ കഴിയായിരിക്കും, പ്രതികരിക്കാൻ കഴിയായിരിക്കും. നമ്മുടെ ചിലരുടെ ചോദ്യം ഇതാണ്, വാങ്ങിപ്പോയവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? അതിന് ആധാരമായി അവരെടുക്കുന്ന വാക്യമാണ് 115-ാം സങ്കീർത്തനം 17-18 വാക്യം. വായിച്ചേ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. ഇത് നമ്മൾ പണ്ട് മുതലേ കേട്ടുള്ള, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. ശരി, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 2 തരം മരണമുണ്ട്. ഈ മരണം എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അടുത്ത വാചകം അതിനോട് ചേർത്ത് തന്നെ ദാവീദ് എഴുതി, നാമോ ഇന്നു മുതൽ എന്നേക്കും. എന്നേക്കും എന്ന് പറഞ്ഞാൽ എന്ന് വരെയാ? എനിക്ക് വയസ്സ് 33 കഴിഞ്ഞു. എന്നേക്കും എന്ന് പറഞ്ഞാൽ എന്ന് വരെയാ? ഇനി ഒരു 33 വർഷമുള്ളൂ, അതോ എന്റെ മരണം വരെ? എന്നേക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എറ്റേണൽ. എന്ന് വരെ ഉണ്ടോ
വരെ. എന്ന് വരെ സ്തുതിക്കാൻ കഴിയുമോ അന്ന് വരെ. അല്ലാതെ ഇന്ന കാലഘട്ടം വരെ എന്നല്ല അതിന്റെ അർത്ഥം. ഇന്ന കാലഘട്ടം വരെ പറഞ്ഞേനെ, നീ മരിക്കുന്നവരെ സ്തുതിക്കും, ഞാൻ മരിക്കുന്നവരെ സ്തുതിക്കും. അതിന് തൊട്ട് അത് ശരിയാണോ തെറ്റാണോ, ദാവീദ് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നറിയാൻ വേണ്ടി 118 സങ്കീർത്തനത്തിന്റെ 17 വാക്യം ഒന്ന് വായിച്ചേ. 118 സങ്കീർത്തനത്തിന്റെ 17 വാക്യം. ഞാൻ മരിക്കയില്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാവീദിന്റെ അത്രയും വലിയ മണ്ടനുണ്ടോ? ദാവീദ് പറയാ, ഞാൻ ഒരിക്കലും എന്തോ ചെയ്യത്തില്ല, മരിക്കുകയില്ല. ദാവീദ് പറയുക, ഞാൻ ഒരിക്കലും മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. സാധിക്കുമോ? സാധിക്കും. ആരംഭിച്ചാൽ അത് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചത് അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം തികയ്ക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല. അത് ശരീരപ്രകാരം മരിക്കത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം. ഈ മൺമയമായ ഈ മർത്യമായ ശരീരത്തിൽ നിന്ന് ശൗല് പോകത്തില്ലെന്നുള്ള വ്യർത്ഥമായ മോഹമൊന്നും ദാവീദിനുണ്ടായിരുന്നില്ല. ഇത് മരിക്കുമെന്ന് തന്നെ ദാവീദിന് ബോധ്യമുണ്ട്. എന്നാൽ ഈ മരണത്തിന് ശേഷവും ഞാൻ ജീവനോടെ തന്നെ ഇരിക്കും, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കുക തന്നെ ചെയ്യും. ഇത് ദാവീദിന്റെ വ്യക്തമായ ദർശനമാണ്. ഇനിയും നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണം നോക്കാം. പഴയ നിയമത്തിൽ എന്താ പറയുന്നത്, പുതിയ നിയമത്തിൽ എന്താ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. അതിനെ അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. സഹോദരനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ദൈവം പറയുകയാണ് കായീനോട്, കായീനെ നീ എന്ത് ചെയ്തു? നിന്റെ സഹോദരൻ മരിച്ചു, പക്ഷെ അവന്റെ രക്തം ഇപ്പോഴും എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഇനി എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യോടെ വായിച്ചേ. മരിച്ചുപോയ ഹാബേല് ദൈവത്തോട് സംസാരിക്കുന്ന പഴയ നിയമം പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. ഇനിയും 11-ാം അധ്യായം 4-ാം വാക്യോടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം, പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു, ഹാബേലിന് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ദൈവത്തോട് സംസാരിച്ചതിന്റെ പ്രതിധ്വനിയാണ് ദൈവം കായീനോട് ചോദിച്ചത്, നിന്റെ സഹോദരൻ എന്നോട് നിലവിളിച്ചുകൊണ്ടിരിക്കുക, നീ എന്തോ ചെയ്തു? ഇനിയും പുതിയ നിയമത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്നാ വാക്യമാ വേണ്ടി? ഒരു വിശ്വാസിക്ക്, ബോധമുള്ളവന്, വിശ്വാസി എന്നുള്ള വാക്യം എനിക്ക് തിരിച്ചെടുത്തോട്ടെ, ബോധമുള്ളവന് ഇതിൽ കൂടുതൽ എന്നാ വാക്യമാ വേണ്ടിയത്? മരിച്ച ശേഷവും ഹാബേല് വിശ്വാസത്തോടെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും പറയുക, മരിച്ചവർ സംസാരിക്കത്തില്ല. എങ്ങനെ പറയാൻ കഴിയുന്നു എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്. ഫിലിപ്പിയർക്ക് 1-ാം ലേഖനം 4-ാം വാക്യോടെ വായിക്കാം. എനിക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്, ജീവനോടെ ഇരിക്കുമ്പം ഒന്ന് ആരംഭിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ജീവനോടെ ഇരിക്കുമ്പം സ്തുതിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങ് സ്തുതിക്കാമെന്നല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി. നിങ്ങളിൽ നല്ല പ്രവൃത്തികൾ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ അതിനെ തികയ്ക്കും, യാതൊരു സംശയമില്ല. ഞാൻ അതുകൊണ്ടാ പറഞ്ഞേ, ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തെയൊക്കെ സ്തുതിക്കണം. നമ്മുടെ ചില അച്ചായന്മാരുണ്ട്, 70 വയസ്സായി കഴിഞ്ഞ അച്ഛാ ഇപ്പൊ വെള്ളമൊക്കെ അടിക്കുമോ? ഓ ഇല്ല, ഓ മതിയാക്കി അച്ഛാ, വേണ്ട, എന്നാ ചുരുണ്ടു കൂടി കഴിഞ്ഞു, മക്കളെടുത്തിട്ട് ചാമ്പി കഴിഞ്ഞു, ഇനി വെള്ളമടി ഇല്ലെന്നാ പറയാം. നേരെ നല്ല കാലത്ത് ഇത് നല്ലപോലെ അങ്ങ് ആസ്വദിച്ചങ്ങ് ജീവിച്ചു. ഇപ്പൊ ചുരുണ്ടു കൂടി കഴിഞ്ഞപ്പം പിന്നെ ഭക്തി മാർഗം, അങ്ങനത്തെ ഒരു മാർഗത്തെ കുറിച്ചല്ല ഞാൻ പറയണേ. ആയ കാലത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ആയ കാലത്ത് തോന്നിയ രീതി ജീവിച്ചിട്ട് പിന്നെ അങ്ങ് വന്ന് ദൈവത്തെ സ്തുതിക്കാമെന്നുള്ള വാക്യമല്ല. ദൈവത്തിന് അങ്ങനെ ഉള്ളെങ്കിൽ കൂടി ആയ കാലത്ത് തോന്നിയ പോലെ, പിന്നെ ആകാത്ത കാലം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിലവിളിയും പരിവട്ടവും അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞേ. ശരീരത്തോടെ ഇരിക്കുമ്പം ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ, അവൻ ഹാബേൽ ചെയ്തതുപോലെ
മരണത്തിന് ശേഷവും വിശ്വാസത്താൽ ദൈവത്തോട് സംസാരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. നിങ്ങൾക്കറിയാം 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസ വീരന്മാരായ ആളുകളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഹാബേലിന്റെ കാര്യവും നോഹയുടെ കാര്യമൊക്കെ ചേർന്നിട്ട് അബ്രഹാമിന്റെ കാര്യമൊക്കെ ചേർന്ന് വലിയ ഒരു വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയാ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഈ വാക്കൊക്കെ എഴുതുന്നത് ചുമ്മാതല്ല, പരിശുദ്ധാത്മാവ് മനുഷ്യനെ കൊണ്ട് എഴുതിക്കുന്ന, പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിച്ചു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചത്തിരിക്കുന്നു എന്നാണോ? ജീവനോടെ നിൽക്കുന്നു എന്നാ. എന്റെ വല്യപ്പച്ചൻ ജീവനോടെ നിൽക്കുന്നു എന്നാ. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി ജീവനോടെ നിൽക്കുന്നു എന്നാ എന്റെ ചുറ്റും. അതുകൊണ്ട് ആ പഴയ കാലത്ത് പഠിപ്പിച്ചു, നിന്റെ തലക്കൽ ഇന്നാള്, നിന്റെ കാൽക്കൽ ഇന്നാള്, നിന്റെ ഇടതുവശത്ത് ഇന്നാള്, നിന്റെ വലതുവശത്ത് ഇന്നാള് നിൽക്കുന്നു, ഞാൻ സമാധാനമായിട്ട്. ഇപ്പൊ നമുക്കങ്ങ് ബുദ്ധി കൂടി വിവരക്കേടൂടെ അതിന്റെ കൂടെ വിവരക്കേടൂടെ ഭക്തി അങ്ങ് പോയി കിട്ടി. വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നു. എപ്പോഴും ഓർക്കണം, അത് ഈ മരിച്ചവരെ അനുസ്മരിക്കാൻ വേണ്ടി മാത്രമല്ല, എന്ത് കൊള്ളരുതായ്മ ഞാൻ ചെയ്താലും ഓർത്തോണം. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാക്ഷികൾ എന്നുള്ള വാക്കിനർത്ഥം എന്തുവാ? സാക്ഷ്യം പറയുന്നവർ. ആരടുത്ത് പോയി സാക്ഷ്യം പറയുന്നവര്? ദൈവത്തിന്റെ അടുക്ക പോയി സാക്ഷ്യം പറയുന്നവർ എൻ്റെ അടുക്കല് നിപ്പുണ്ട്. ഞാൻ ഈ കഥയൊക്കെ അടച്ചു വെച്ചിട്ട് ഞാൻ ചില ചെറിയ പ്രവർത്തികൾ എൻ്റെതായിട്ട് മാത്രമായിട്ട് കാണിക്കുമ്പോൾ ഓർത്തോളണം, ഞാൻ മാത്രമല്ല ഇത് കാണുന്നത്, സാക്ഷികൾ കണ്ടുകൊണ്ടിരിക്കുക. തമ്പുരാൻ അയച്ച ചില സാക്ഷികളുണ്ട്. സാക്ഷ്യം പറയാൻ വേണ്ടി തമ്പുരാൻ വിളിച്ചു ചേർപ്പിച്ചിട്ടുള്ള ചിലരുണ്ട്. അവര് പറയും, ഇവിടെ വന്നിരുന്നിട്ട് വലിയ വായിക്ക് നിലവിളിക്കുക, പരിമള തിരുമേനി എനിക്ക് അത് ചെയ്ത് തരണേ, പരിമള തിരുമേനി എനിക്ക് അത് ചെയ്ത് തരണേ, ഇത് ചെയ്ത് തരണേ എന്ന് പറയും. പരിമള തിരുമേനി ചോദിക്കും, മോനെ ഒരു അരമണിക്കൂർ മുമ്പ് നിന്നെ ഞാൻ കണ്ടായിരുന്നല്ലോ, നീ ഇന്ന പരിപാടി ചെയ്തോണ്ടിരിക്കുന്നേ, നീ ഇപ്പോഴിവിടെ വന്നത് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ? അതുകൊണ്ട് അന്നേരവും ഇന്നേരവും സാക്ഷികളായി പരിമള കൊച്ചു തിരുമേനിയൊക്കെ എന്റെ ചുറ്റും നിൽക്കുന്നുള്ള ബോധ്യം നമ്മയൊക്കെ ഒന്ന് ഭരിക്കണം. അതുകൂടെയായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പോട്ടെ, ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞു. വാങ്ങിപ്പോയവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും, ദൈവത്തോടൊപ്പം നിൽക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുള്ളതിനുള്ള തെളിവുകളാണ് ഞാൻ പറഞ്ഞേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. കർത്താവിനോട് എതിരേൽക്കാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു സ്വർഗീയ സമൂഹമാണ്. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ അത്ര വലിയ സമൂഹത്തെ നമുക്ക് കാണിച്ചു തരുന്നു. 5-ാമത്തെ ചിന്തയ്ക്ക് ഞാൻ വിരാമം ഇടട്ടെ. വാങ്ങിപ്പോയവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പുകഴ്ത്തുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മരിച്ചുപോയി ജീവനോടിരിക്കുകയാണ്, നമ്മളെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട് ഒക്കെ പറഞ്ഞു. 5-ാമത് ഞാൻ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഇനിയും ഇത്രയൊക്കെ ചില സഭകൾ, ഇത് ഓരോരുത്തർ ഓരോ ഘട്ട കേട്ടോ. നിങ്ങൾ പറയുന്ന പോലെ ഒരു സഭ മാത്രത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. ചില സഭകളുണ്ട് വാങ്ങിപ്പോയവര് അവരിലെ വലിയ സ്നേഹമൊക്കെയാ. അതുകൊണ്ട് തന്നെയാ എന്താ സ്മരണ പ്രാർത്ഥന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്മരണ പ്രാർത്ഥന നടത്തുന്ന ആളുകളുണ്ട്. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ ഓർമ്മ പ്രാർത്ഥന എന്ന് പറയും. നമ്മൾ അതിന് ഓർമ്മ കുർബാന എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്മരണ പ്രാർത്ഥന നടത്തുന്ന ചിലരുണ്ട്. ചിലരങ്ങനല്ല, കല്ലറയൊക്കെ വൃത്തിയായിട്ട് അലങ്കരിച്ചിടും, കല്ലറയ്ക്ക് പോകത്തില്ലെന്നൊരു കുഴപ്പം. ചിലർക്കൊരു പ്രത്യേകമുണ്ട്, മരിച്ചുപോയവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും, പക്ഷെ മരിച്ചു പോയവരോട് സംസാരിക്കാൻ പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി 6-ാമത്തേത്, മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. മരിച്ചു പോയവർക്ക് അല്ലെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കൈ ഒരു അവയവമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു വ്യക്തിയാണ് എൻ്റെ കൈ എങ്കിൽ, ഞാൻ എൻ്റെ മുഖമാണെങ്കിൽ
സ്വാഭാവികമായും ഇത് മരിച്ചു മാറിയിട്ടില്ല. ഇത് ഞാൻ ആദ്യമേ വ്യാഖ്യാനിച്ച് തന്ന കാര്യം. ഇനിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ മുഖത്തേക്ക് ഒരു കല്ല് വരികയാണ്, ഒരു കമ്പ് വരികയാണ്, ഒരു മുളഞ്ചീല് വരികയാണ്. എൻ്റെ മുഖത്തോട് എൻ്റെ കൈ പറയുമോ, സാറേ സാറേ സാറിൻ്റെ മുഖത്ത് വരുന്ന മുളഞ്ചീല് സാറിൻ്റെ മുഖം കൊണ്ട് തന്നെ അങ്ങ് തടുത്താട്ടെ എന്ന് പറയുമോ? ഇല്ല. അതിനുവേണ്ടി ദൈവം എന്തിനെ തന്നേക്കുന്നത്? കയ്യെ തന്നേക്കുന്നത്. എൻ്റെ മുഖത്തിന് വരുന്ന ശത്രുക്കളെ തടയാൻ വേണ്ടിയാ എൻ്റെ കൈ തന്നിരിക്കുന്നത്. കാലിന് നേരെ വരുന്നതിനെ ചവിട്ടിക്കളയാൻ വേണ്ടിയൂടാ കാല് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാളെ കരുതുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വേറൊരു അവയവത്തിന്റെ കടമയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കരുതുക എന്നുള്ളത് എൻ്റെ കടമയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കടമയാണെങ്കിൽ, നിങ്ങൾ വാങ്ങിപ്പോയതിനു ശേഷവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കടമയാണ്. ഇനി അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതാ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 3-ാം വാക്യം വായിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 3-ാം വാക്യം. മരിച്ചു പോയവർക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത്. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. വൈദ്യന്മാർ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ വേറൊരു പേരാ. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. അങ്ങനെ എത്ര ദിവസം കഴിഞ്ഞു? 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടി വരും. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടി. പണ്ടത്തെ പോലെ JCB ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്ത് സുഗന്ധവർഗം ഇട്ട്. ഇന്ന് നമ്മുടെ കാലത്ത് JCB ഉണ്ട്, ടിപ്പർ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സുഗന്ധവർഗം ഇട്ട് തീർക്കാൻ പറ്റും. അന്ന് 40 ദിവസം എടുത്താണ് സുഗന്ധവർഗം ഇട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കില്ല. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് 40 ദിവസം എന്തോ നടത്തണം? സുഗന്ധവർഗം ഇടണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ കല്ലറയ്ക്ക് പോകണം, മെഴുകുതിരി കത്തിക്കണം. ഇത് അതുകൊണ്ട് ആ വാചകത്തിന്റെ 3-ാം ഭാഗത്തിൽ ഇങ്ങനെ എഴുതി, സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടി വന്നു. എത്ര ദിവസമായിരുന്നു? 40 ദിവസം. എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്രായേൽ മരിച്ചതിന് ശേഷം അവന് സുഗന്ധവർഗം ഇടാൻ വേണ്ടി. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, പത്രത്തിൽ കൂടി ആയിരുന്നാലും നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ കാർഡ് കൊണ്ട് തന്നിട്ടാലും പറയും, എൻ്റെ അപ്പച്ചൻ്റെ 40-ാം അടിയന്തര, എൻ്റെ അമ്മച്ചിയുടെ 40-ാം അടിയന്തരമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമില്ല. അച്ഛന്മാർക്ക് രഹസ്യം പറയട്ടെ, ഇത്രയും പേര് കേൾക്കുന്നുണ്ട്, അച്ഛന്മാർക്ക് 10 പൈസ കിട്ടാനുള്ള പണിയും അല്ല. അങ്ങനെയും വ്യാഖ്യാനിക്കേണ്ട. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് 40 ദിവസം വേണ്ടി വന്നു സുഗന്ധവർഗം. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ, ഇനി അടുത്തോടെ വായിച്ചോ. ഇത് നിങ്ങൾക്കറിയാം, യാക്കോബിന്റെ കല്ലറ എവിടെയാണെന്ന് വളരെ വ്യക്തമാണ്. യാക്കോബിന്റെ കല്ലറ ഇന്ന സ്ഥലത്താണെന്ന് വ്യക്തമായപ്പോഴാണ് യാക്കോബിന്റെ കല്ലറയ്ക്ക് പോയി സുഗന്ധവർഗം ഇട്ടത്. ഇനി യാക്കോബിന്റെ കല്ലറ വ്യക്തമായതുപോലെ അല്ലാത്ത ഒരാളുണ്ട്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 8-ാം വാക്യം. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ പറഞ്ഞു, ഇവിടെ യാക്കോബിന്റെ കല്ലറ വ്യക്തമാണ്. ഇന്നടത്ത് കുഴിച്ച ഗുഹയ്ക്കകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് യാക്കോബിനെ എന്നുള്ള കാര്യം വ്യക്തമായതുകൊണ്ട് അവർ കല്ലറയ്ക്ക് പോയി പ്രാർത്ഥിച്ചു 40 ദിവസം. എന്നാൽ ഇവിടെ ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ മോശയെ കുറിച്ച് പറയുന്നുണ്ട്. മോശയെ അടക്കിയത് ആരാ? നമുക്കറിയാം. ആരാ? ദൈവം അടക്കിയത്, അല്ലാതെ ഭൂമിയിലെ മനുഷ്യനൊന്നും അല്ല അടക്കിയത്, ദൈവം അടക്കി. വായിച്ചേ. ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. ഈ ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് 30 ദിവസം വിലാപം കഴിച്ചു. മോശയുടെ കല്ലറ എവിടാന്നറിയത്തില്ല. എൻ്റെ ആരെങ്കിലും ബന്ധുജനങ്ങളിൽ ആരെങ്കിലും ഒരാള് സൗദി അറേബ്യയിൽ കിടന്നോ, കുവൈറ്റിൽ കിടന്നോ, അമേരിക്കയിൽ കിടന്നോ, ലണ്ടനിൽ കിടന്നോ മരിച്ചാല് ഇവിടെ എന്തോ കഴിച്ചെന്നാ പറഞ്ഞേ? വിലാപം കഴിച്ചു. അദ്ദേഹം എവിടെ മരിച്ചെന്ന് പോലും അറിയത്തില്ല. പക്ഷെ മരിച്ചു എന്നുള്ള കാര്യം അറിവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വിലാപം കഴിച്ച കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ ബോധ്യവും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വരട്ടെ. ഇനി ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 31-ാം അധ്യായം 13-ാമത്തെ വാക്യം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 31-ാം അധ്യായം 13-ാം വാക്യം. അവരുടെ അസ്ഥികളെ അവർ എടുത്ത് യാബേശിലെ വിജുല്ല വൃക്ഷത്തിന്റെ ചോട്ടിൽ കുഴിച്ചിട്ടു 7 ദിവസം ഉപവസിച്ചു. നിങ്ങൾ എന്താന്ന് മനസ്സിലായി കാണും. ശൗൽ എന്ന് പറയുന്ന വ്യക്തിയുടെയും അവന്റെ മക്കളുടെയും അസ്ഥികൾ ശേഖരിച്ചെടുത്തിട്ട് യാബോക്കിന്റെ സമയത്ത് വിജുല വൃക്ഷത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടു. എന്നിട്ട് വിലാപം കഴിച്ചു എന്നാ പറയുന്നത്. എന്തോരം ഭക്തിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. നമുക്ക് ഈ ബുദ്ധി കൂടിയപ്പോ അല്ലേ പ്രശ്നമല്ല ഉണ്ടായത്.
ഈ ഭക്തിയുടെ ഒരു താരതമ്യം. ഇനിയിപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് നമ്മുടെ ആളുകൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് വേണ്ടാത്ത വേദഭാഗം ഏതാ? പഴയ നിയമം അല്ലേ? വേണ്ടാത്ത വേദഭാഗത്തിലുള്ള വാക്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛാ പ്രയോജനം. അച്ഛാ, ഞങ്ങൾക്ക് അറിയേണ്ടത് പുതിയ നിയമത്തിൽ ആരെങ്കിലും ആരെ കുറിച്ചെങ്കിലും വിലാപം കഴിച്ചിട്ടുണ്ടോ? പഴയ നിയമത്തിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. മണ്ടന്മാരായിട്ടുള്ള പഴയ നിയമം ഞങ്ങളൊന്നും വേണ്ട. യേശുമ്പുരാൻ തന്നെ പറഞ്ഞ പോലെ നീക്കി മാറ്റി വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. പുതിയ നിയമത്തിലുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 2-ാം വാക്യം വായിച്ചോട്ടെ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു വിലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും സ്തെഫാനോസ് എന്ന് പറയുന്ന ആളിനെ കല്ലെറിഞ്ഞു കൊന്നതിന് ശേഷം അവിടുത്തെ ആളുകളെല്ലാം കൂടെ ചേർന്ന് സ്തെഫാനോസിന്റെ ശരീരം എടുത്ത് അടക്കം ചെയ്തിട്ട് ദിവസങ്ങളോളം വിലാപം കഴിച്ചു. അതിനാ പറയുന്നത് വലിയ വിലാപം. ദൈവമേ, ഈ കൂടി വന്ന് ദൈവവുമായിട്ടോ മനുഷ്യനുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത സ്വന്തം പിതാവായിരുന്നാലും കുഴപ്പമില്ല, സ്വന്തം മാതാവായിരുന്നാലും കുഴപ്പമില്ല, വിലാപം എന്ന് പറയുന്നതിന് വസ്ത്രങ്ങളിൽ കാണിക്കുന്ന വിലാപമായി മാറിയിരിക്കുക. ഞാനിത് പറയുന്നതുകൊണ്ട് എന്നെ കേൾക്കുന്നവരാരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതിന്റെ പ്രേക്ഷകർ കൂടുതൽ വിദേശങ്ങളിലായിരിക്കുന്ന എനിക്കറിയാം. പണ്ട് ഇല്ലിരിക്കുന്ന അമ്മച്ചിയെ പോലുള്ളവരോട് ചോദിക്കണം, കല്യാണത്തിന് പോയാലും ശവസംസ്കാരത്തിന് പോയാലും മാമോദിസയ്ക്ക് പോയിരുന്നാലും അടിയന്തരത്തിന് പോയിരുന്നാലും അവര് പോകുന്ന വസ്ത്രത്തിന്റെ നിറം എന്തുവായിരുന്നു? വെള്ളയായിരുന്നു. അവര് ശവസംസ്കാരത്തിന് പോകുമ്പോൾ അവരുടെ മനസ്സിലൊരു നിറം ഉണ്ടാകുമായിരുന്നു. എന്ത് നിറം? കറുപ്പ്. കല്യാണത്തിന് പോകുമ്പോൾ അവരുടെ മനസ്സിലൊരു നിറം ഉണ്ടായിരുന്നു, അത് സന്തോഷത്തിന്റെ നിറം. ഇപ്പൊ നമ്മൾ നേരെ അങ്ങ് തിരിച്ചു. എന്ത് തിരിച്ചു? കല്യാണത്തിന് പോകുമ്പോൾ നല്ല സന്തോഷത്തിന്റെ നിറമുള്ള വസ്ത്രം വെളിയിലിടും, അകത്തോ ഈ മുടിഞ്ഞവന്റെ കല്യാണം ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത് എങ്ങനെ സഹിക്കും തമ്പുരാനെ? നമ്മുടെ മനസ്സിലെ പ്രശ്നം അതാ. ഇവന്റെ കല്യാണം ഇത്ര നടന്ന ഇനി എന്റെ കൊച്ചിന്റെ കല്യാണം ഞാൻ ഇതിനേക്കാളും ഭംഗിയായിട്ട് നടത്തണ്ടേ? നമ്മുടെ മനസ്സിലപ്പോ എന്ത് വികാരമാ? ദുഃഖം. ഇനി നേരെ ദുഃഖത്തിന് പോകുമ്പോഴോ, തീർന്നു കിട്ടി, എന്തൊരു ശല്യമായിരുന്നു, ഈ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വലിയ പുലിയായിരുന്നു എന്നാ. ഇപ്പൊ എന്തായാലും അങ്ങ് തീർന്നു കിട്ടി. പിന്നെ ഇത് വല്ലവനുമാ പറയുന്നെങ്കിൽ മക്കള് പറയും, ഇനിയൊരു സമാധാനത്തോടെ അവിടെ നിൽക്കാം. നാട്ടുകാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മക്കള് വിദേശത്ത് പോയി കിടക്കുക, അപ്പനും അമ്മയ്ക്കും പച്ചവെള്ളം കൊടുത്ത് 2 ഒന്ന് കുറഞ്ഞു കിട്ടിയോണ്ട് ഇനി ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എവിടെ ഇരിക്കാം? വിദേശത്തിരിക്കാം. ഇങ്ങനെ പറയുന്ന എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 1 മാസത്തോളം വീടിനകത്ത് അമ്മ മരിച്ചു കിടന്നിട്ട് അറിയാത്ത മക്കളുണ്ട്. 1 മാസക്കാലം അമ്മ വീടിനകത്ത് മരിച്ചു കിടന്നിട്ട് അറിയാത്ത മക്കളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൂലിപ്പണിക്ക് പോകുന്നവരൊന്നും അല്ല. നല്ല ഒന്നാന്തരം ഹൈ ക്ലാസ് സൊസൈറ്റിയിൽ പെട്ടവരുടെയൊക്കെയാ. ഹൈ ക്ലാസ് സൊസൈറ്റി by words not in deeds. വാക്കിലൊക്കെ പറയുമ്പോൾ ഹൈ ക്ലാസ് സൊസൈറ്റിയിൽ നിന്ന് നമ്മളൊക്കെ വിശേഷിക്കപ്പെടുന്ന വീട്ടിൽപ്പെട്ടവരുടെ കാര്യമാണ് പറഞ്ഞത്. ഓർമ്മയിലേക്ക് വരട്ടെ. സ്തെഫാനോസിനെ എടുത്തുകൊണ്ട് വെച്ചിട്ട് വലിയ വിലാപം കഴിച്ചു. ഇപ്പൊ ഈ വായിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. മരണത്തോട് ചേർന്നുള്ള വിലാപം, അല്ലെ മരണത്തോട് ചേർന്നുള്ള ദുഃഖ ആചരണങ്ങളാണ്. വർഷം തോറും ഇനി നടത്തണോ? ഇപ്പൊ അച്ഛന്മാരുടെ ഒരു പുതിയ പരിപാടിയാണെന്നാ പറയുന്നത്. ചിലരൊക്കെ പറഞ്ഞു കേട്ടാ, കേട്ടോ എനിക്കറിയില്ല, ചിലരൊക്കെ പറഞ്ഞു കേട്ടതാ അച്ഛന്മാരുടെ പുതിയൊരു പരിപാടിയാ, എല്ലാ ആണ്ടിലും മരിച്ചവർക്ക് വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഒരു സ്മരണ പ്രാർത്ഥന നടത്തി നിങ്ങളങ്ങ് വിട്ടോ, കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ വർഷം തോറും നടത്തേണ്ട ആവശ്യമില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം വായിച്ചു. പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ 4 ദിവസം ഗിലെയാദ്യനായ യിഫ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായി തീർന്നു. ഇസ്രായേലിലെ ഒരു ആചാരമാണ് പറയുന്നത്. എന്താ ആചാരം? ഇഫ്താഹ് എന്ന് പറയുന്ന രാജാവ് യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ ഇഫ്താഹ് ഒരു നേർച്ച നേർന്നു, എന്നെ എതിരേറ്റ് വരുന്നത് എന്തായിരുന്നാലും ഞാൻ അതിന് ദൈവത്തിന് യാഗം കഴിക്കും. എന്തോ എന്ന് പറഞ്ഞപ്പോ ഇഫ്താഹ് ഓർത്തില്ല, തനിക്ക് ഒരേ ഒരു മകളാണുള്ളത്. വന്നു കയറിയ വഴിയെ സന്തോഷത്തോടെ അപ്പനെ സ്വീകരിക്കാൻ പോയത് ഇഫ്താഹിന്റെ സ്വന്തം മകൾ. ഇഫ്താഹ് ഒരു കാര്യം ചെയ്തു, മകളെ ബലി കഴിക്കാനായിട്ട് തയ്യാറാണ്. മകള് പറഞ്ഞു, അങ്ങനെയല്ലപ്പ, എന്നെ കുറിച്ച് വിലാപം, എന്നെ ബലി കഴിക്കുക തന്നെ ചെയ്യണം. വാക്യം അങ്ങനെ തന്നെ പറഞ്ഞാൽ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കണം. അങ്ങനെ ഇഫ്താഹ് മകളെ ബലി കഴിക്കാൻ പോകുമ്പോൾ അവൾ ഒരു കാര്യം ആവശ്യപ്പെട്ടു. 4 ദിവസം ഇസ്രായേലിലെ കന്യകമാരോട് ചേർന്ന് ഞാൻ ഇത്രനാൾ കാത്തു സൂക്ഷിച്ച എന്റെ കന്യാത്വത്തെ
എനിക്കൊന്ന് വിലാപം കഴിക്കണം. അങ്ങനെ 4 ദിവസം അന്ന് വിലാപം കഴിച്ചെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ അച്ചായ വായിച്ചു കേൾപ്പിച്ചു, എല്ലാ ആണ്ടിലും ഇസ്രായേലിലെ കന്യകമാര് 4 ദിവസം എന്തോ കഴിക്കും? വിലാപം കഴിക്കും. ഈ ശാപ്പാട് കൊടുക്കുന്ന പണിയല്ലേ പറഞ്ഞു. നമ്മളൊരു ഗെറ്റ് ടുഗദർ വിളിച്ചു കൊടുക്കുന്ന കാര്യമല്ല. അപ്പച്ചന്റെ ഓർമ്മ വരണേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഗെറ്റ് ടുഗദറിന്റെ കാര്യമല്ലേ പറഞ്ഞേ. പ്രാർത്ഥിക്കണം. ഇന്നിപ്പം ഗെറ്റ് ടുഗദറാണ്. എനിക്ക് ഇമാതിരിയുള്ള റോങ് പ്രാക്ടീസസ് കാണുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ്. ചെറുപ്രായത്തിൽ ഇത് കണ്ട് സന്തോഷിക്കുക വേണ്ടി എനിക്ക് പക്ഷെ പറ്റുന്നില്ല. എന്റെ മണ്ടത്തരം കൊണ്ട് തന്നെ ആയിരിക്കും. ഗെറ്റ് ടുഗദർ. അപ്പച്ചൻ മരിച്ചാൽ അതിന് 41 എന്ന് പറഞ്ഞാൽ വലിയൊരു ഗെറ്റ് ടുഗദർ. അതുകൊണ്ട് അച്ഛന്മാരോട് വന്ന് ചോദിക്കുകയും ചെയ്ത്, അച്ഛാ ഇറച്ചി കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഗെറ്റ് ടുഗദർ അല്ലേ, അതിന് മോടി കൂട്ടണ്ടേ. ഇനി എന്നാ ഇതിനകത്തൊക്കെ കള്ളൂടെ വിളമ്പി തുടങ്ങുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയവും കാണും. അകത്തെ മുറിക്കകത്ത് പൊട്ടിച്ചു പൊടിച്ച് വിളമ്പുന്നുണ്ടായിരിക്കും. അതിനുവേണ്ടിയല്ലിത്. നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസങ്ങളാണ്. അവർക്ക് വേണ്ടി വിലാപം കഴിക്കാനുള്ള കാര്യം. ഇനിയും 7-ാമത്തേതിലേക്ക്, ഇനി അധികം സമയം എനിക്കില്ലാത്തതുകൊണ്ട് നമസ്കാരത്തിന്റെ സമയം അടുക്കുന്നുണ്ട്. 7-ാമത്തേതിലേക്ക് മരിച്ചുപോയവർക്ക് വേണ്ടി കർമ്മം നടത്തിയതായിട്ട് വ്യവസ്ഥിതി വല്ലവർ ഇവിടെ എല്ലാം മരിച്ചുപോയവർക്ക് വേണ്ടി വിലാപം കഴിച്ചായിട്ട് മരിച്ചുപോരെ വർഷത്തോട് ഓർത്തായിട്ടൊക്കെ പറയുന്നത്. മരിച്ചുപോയവർക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മം നടത്തിയായിട്ട് വേദോത്സവം പറയുന്നുണ്ടോ? ഉണ്ട്. മരിച്ചു പോയവർക്ക് വേണ്ടി കർമ്മം നടത്തിയാലുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം. എന്റെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ബെഞ്ചമിൻ ബെയ്ലിയും ഗുണ്ടർക്കൂടെ പരിഭാഷപ്പെടുത്തിയത്, ബൈബിൾ സൊസൈറ്റി എടുത്ത് പരിഭാഷപ്പെടുത്തി എന്റെ കൈ തന്നപ്പോൾ പ്രോട്ടസ്റ്റന്റുകാരുടെ വേദോത്സവമായി. യഥാർത്ഥ ഓർത്തഡോക്സുകാരുടെ വേദോത്സവത്തിനകത്ത് ഇത് മാത്രമൊന്നുമല്ല. തോബിത്തും ജൂഡിത്തും മക്കാബിയരുടെ പുസ്തകങ്ങളൊക്കെ അടങ്ങിയ വലിയ പുസ്തകം. ഉത്തരകാനോലിക കേന്ദ്രമെന്നോ അപ്പോക്രിഫ ഗ്രന്ഥം. നമ്മളിപ്പോ കത്തോലിക്ക സഭയുടെ വേദോത്സവം മാറ്റി. അതിനകത്ത് ഇന്നലെ ഞാൻ അവിടുത്തെ പ്രസംഗം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, നീ പുണ്യവാന്മാരുടെ കബറിങ്കിൽ പോയി അവിടെ ഭക്ഷണം വിളമ്പണം. പുണ്യവാന്മാരുടെ കബറിങ്കിൽ പോയി അവിടെ ഭക്ഷണം വിളമ്പണം. മരിച്ചുപോയവരെ കുറിച്ചൊക്കെ അതിനകത്ത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. മരിച്ചുപോയവർക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിച്ച കാര്യം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ അതില്ലാത്തത് ഞാൻ വായിക്കുന്നില്ല. മക്കാബിയുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 45-ാം വാക്യം, ബാരൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം, ഏനോഷിന്റെ പുസ്തകം 103-ാം അധ്യായം 4-ാം വാക്യം. പോട്ടെ, ഇത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പുസ്തകമായിട്ട് അത് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ കയ്യിൽ ഉള്ള പുസ്തകത്തിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മരിച്ചുപോയവർക്ക് വേണ്ടി കർമ്മം അനുഷ്ഠിച്ചായിട്ട് വായിക്കുമ്പോൾ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 29-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 29-ാമത്തെ വാക്യം. മരിച്ചുപോയവർക്ക് വേണ്ടി പുതിയ നിയമസഭയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? അത്ര മതി. മരിച്ചുപോയവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന ഒരു കർമ്മം, ഒരു ആചാരം പുതിയ നിയമസഭയിലാണ്. പഴയ നിയമത്തിൽ സ്നാനമില്ല, പുതിയ നിയമത്തിലാണ് സ്നാനം. പുതിയ നിയമസഭയിൽ മരിച്ചുപോയവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ജീവിച്ചിരുന്ന് യേശുദമ്പുരാൻ വിശ്വസിച്ചു, വിശ്വാസം പഠിച്ചു, പക്ഷേ സ്നാനമേൽക്കുന്നതിന് മുമ്പ് എന്തോ ചെയ്തു പോയി? മരിച്ചു. അപ്പൊ അവർക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല എന്നുള്ളത് വിശ്വാസം. അതിന് സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനം. അതിനുവേണ്ടി മരിച്ചുപോയവരുടെ ജീവനുള്ളവര് അവരുടെ പേരിൽ തൃത്വനാമത്തിൽ സ്നാനം വെച്ചു. എന്ത് ഭംഗിയായിട്ട് വേദോത്സവം പഠിപ്പിച്ചേ, എന്ത് ഭംഗിയായിട്ട് വേദോത്സവം പഠിപ്പിച്ചേ. എന്നിട്ട് നമുക്ക് ഇന്ന് സംശയം. ഇനി പോട്ടെ, അത് ഞാൻ തൽക്കാലം 7-ാമത്തെ അധ്യായം 7-ാമത്തെ ഭാഗം മരിച്ചുപോയവർക്ക് വേണ്ടി കർമ്മം നടത്തിയത്. 8-ാമത്തേത് ഇനിയത്തെയാ ഇത്തിരി കൂടെ. അതായത് കാരണം നമ്മുടെ ചേർന്നിരിക്കുന്ന സഭ, നമ്മളോട് വലിയ സ്നേഹം കാണിക്കുന്ന സഭകളുടെയൊക്കെ സംശയമാണ്, മരിച്ചുപോയവരുടെ കല്ലറയ്ക്ക് ഇത്രയും പ്രാധാന്യമുണ്ടോ? മരിച്ചുപോയവരുടെ കല്ലറയ്ക്ക് ഇത്രയും പ്രാധാന്യമുണ്ടോ? 1-ാമത്തെ വേദപുസ്തകവാക്യം മാത്രം പറഞ്ഞാൽ പോയി. എനിക്ക് 5 മിനിറ്റൂടെ സമയം ഉണ്ട്. വേദപുസ്തകവാക്യം മാത്രം പറയുക. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 67-ാമത്തെ വാക്യം വായിച്ചു. ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി, അമ്മയായ സാറയുടെ കൂടാരത്തിൽ അല്ലെങ്കിൽ അമ്മയായ സാറയുടെ കല്ലറയിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. ഇസഹാക്കിന്റെ അപ്പൻ അവന്റെ ദാസനായ എലയാസിനോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെങ്കൊച്ചിനെ വേണം കണ്ടുപിടിച്ച് എന്റെ മകനെ നീ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് കൊണ്ടുവരികയാണ് ഇസഹാക്കിന്റെ ഭാര്യ. ഇസഹാക്കിന്റെ ഭാര്യയെ കൊണ്ടുവന്നപ്പോൾ ദൂരെ വെച്ച് അവളെ കണ്ടപ്പം അവനൊരു കാര്യം ചെയ്തു.
അതുകൊണ്ട് ഈ വലിയ ബോധമൊന്നും ഇല്ലാത്ത നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞു, കല്യാണം കഴിയുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി അപ്പച്ചന്റെ അമ്മച്ചന്റെ കല്ലറയ്ക്കൽ എന്നാ ചെയ്യണം? മെഴുകുതിരി കത്തിക്കണം. ഇതിനൊക്കെ ഒരു വിശ്വാസം ഉണ്ടെന്നേ, ഇതിനൊക്കെ ഒരു വിശ്വാസം ഉണ്ടെന്നേ. ഈ ബുദ്ധി കൂടിയ വിശ്വാസികൾക്ക് പഠിച്ചെടുക്കാൻ ഒന്നും പ്രയാസമുള്ള കാര്യമാണ്. അതിനുശേഷം താഴ്ത്ത് പറയുന്നുണ്ട്, അതിനുശേഷം അവൻ അവളെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായിട്ട്. ചെറിയ കാര്യമൊന്നല്ല, വളരെ രസകരം. അടുത്തത് ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 21-ാം അധ്യായം 14-ാം വാക്യം. ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് സേലയിൽ അവന്റെ അപ്പനായ കീശിന്റെ കല്ലറയ്ക്ക് അടക്കം ചെയ്തു. എന്റെ സംശയം ശൗലിന്റെ കല്ലറ അടക്കിയതല്ല, എവിടെ അടക്കിയെന്നാ പറഞ്ഞേ? കീശിന്റെ, അവന്റെ അപ്പനായ കീശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഭൂമിയിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന സ്ഥലം ഉണ്ടായിട്ടും ആർക്കെന്തോ അറിയാമായിരുന്നു? കീശിന്റെ കല്ലറ അറിയാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പച്ചനെ അടക്കിയത് ഇന്ന സ്ഥലത്താണെന്ന് എനിക്ക് അറിയാമെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് നമ്മൾ അടക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയും അടുത്ത ഞാൻ പെട്ടെന്ന് വായിച്ചു. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അതിങ്ങനെയാ, ഞാൻ എടുക്കാൻ ഇച്ചിരി താമസം വരുമെന്ന് ഞാൻ പറയാം. രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ദേശം ശൂന്യമായി അതിന്റെ കൊട്ടളങ്ങൾ വെന്തുമിരിക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ വാടാതെ ഇരിക്കും? എന്റെ പിതാക്കന്മാർ എനിക്ക് സമ്പാദിച്ചത് റബ്ബർ എസ്റ്റേറ്റ് അല്ല, എന്റെ പിതാവ് എനിക്ക് ഉണ്ടാക്കുന്നത് 2 നില വീടല്ല, എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള ദേശം. അപ്പച്ചന്റെ കല്ലറയുടെ മണ്ടയ്ക്ക് തൊട്ടാവാടി കയറി അതിന്റെ മണ്ടയ്ക്ക് 10 പൂവും വന്ന് നിന്നാലും കണ്ണുനീരോ ദുഃഖമോ തോന്നാത്ത മക്കളെ, ഞാൻ ഉൾപ്പെടുന്ന തലമുറയെ ഓർക്ക. നെഹമ്യാവ് പറയുകയാണ്, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ദേശം എന്തോ ചെയ്ത് കിടക്കുക? ശൂന്യമായി കിടക്കുക. അതിന്റെ കൊട്ടളങ്ങളിലൊക്കെ എന്തോ വെച്ചിട്ടുണ്ട്? തീ വെച്ച് നശിച്ചിരിക്കുക. എന്റെ മുഖം അതുകൊണ്ടാണ് വാടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് എന്നാ തോന്നാൻ? ധൂപപ്രാർത്ഥന നടത്താൻ ചെന്നാൽ പോലും വികാരിയെ ധൂപറ്റി എടുത്തിട്ട് ഒരു കൈകൊണ്ട് മക്കളിലപ്പം കൃപ ചെയ്തതുപോലെ മറ്റേ കൈകൊണ്ട് കരിയില വാരി പറയണം. എന്നെ ദൂഷിച്ച കാര്യമാണ്. ആര് മാറ്റും ഇത്? ഓർക്കണം കല്ലറയുടെ പ്രാധാന്യം. ഈ കോട്ടയത്തിന് വടക്കോട്ട് നിങ്ങളൊന്ന് പോയി നോക്കണം. അപ്പച്ചന്മാരുടെ അമ്മച്ചന്മാരുടെ കല്ലറകൾ ക്രമീകരിച്ചിട്ടേക്കുന്ന കാണണമെങ്കിലും എന്ത് ഭക്തിയോടെയാണെന്നറിയാം. അതിന് അർത്ഥമുണ്ടെന്നേ. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 25-ാം വാക്യം വായിച്ചാൽ, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് എന്തോ ചെയ്യണം? കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ അസ്ഥിക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. യോസഫ് പറയുന്ന വാചകം, എന്റെ അസ്ഥിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എന്റെ അസ്ഥി നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണം? നിങ്ങളെ ദൈവം സന്ദർശിച്ച് നിങ്ങളെ എവിടെ കൊണ്ടുപോകണം? അവിടെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുകയും ചെയ്തു ഇസ്രായേൽ മക്കള്. ഇനി ഒരു വാചകം കൂടെ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യോടെ അതോടെ വായിച്ച കല്ലറകളുടെ പ്രാധാന്യം നിർത്തിക്കൊള്ളാം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം. മറിയ ബന്ധപ്പെട്ട എഴുന്നേറ്റ് പോകുന്നത് കണ്ട് അവളോടൊപ്പം വീട്ടിൽ അവളോട് കൂടെ ഇരുന്ന് അവളെ വായിച്ചു. മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കയറുവാൻ പോകുന്നതെന്ന് വിചാരിച്ച് അവരെ പിന്തുടർന്നു. ഇനി ഒന്നുകൂടെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചേണ്ടേ, മറിയ വേഗത്തിൽ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് അവൾ കല്ലറയ്ക്കൽ കരയാൻ പോകുന്നുവെന്ന് വിചാരിച്ചു. ഇത്രയും വായിച്ചാൽ നമുക്കൊന്നും തോന്നിയില്ല അല്ലേ? നമുക്കൊന്നും തോന്നിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ ഈ മൈക്കിരിപ്പുണ്ട്, ഞാൻ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്നാ വിചാരിക്കും? അച്ഛൻ ഇവിടെ നിന്ന് എന്തോ ചെയ്യാൻ പോവാ? പ്രസംഗിക്കാൻ പോവാ. കാരണം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? അങ്ങനെ. അപ്പൊ നിങ്ങൾ ഇനി ഒന്നും എടുത്തേ, മറിയ എഴുന്നേറ്റ് പോകുന്ന കണ്ടപ്പോൾ അവൾ പല്ലരക്കാൻ പോവാണെന്ന് നമ്മൾ ആരും ചിന്തിച്ചോ? അല്ലെങ്കിൽ അവരുടെ കൂടെ ചിന്തിച്ചോ? ഇല്ല. അവൾ കുളിക്കാൻ പോവാണെന്ന് ചിന്തിച്ചോ? അവൾ വസ്ത്രം മാറാൻ പോകാൻ ചിന്തിച്ചോ? ഇതൊന്നും അല്ല ചിന്തിച്ചത്. അവള് വേഗം എഴുന്നേറ്റ് പോകുന്ന കണ്ടപ്പോ അവിടെ കൂടെ ഇരുന്ന കരയുന്നവർ വിചാരിച്ചു അവളുടെ സഹോദരന്റെ കല്ലറയ്ക്കൽ എന്തോന് പോവാ? അതിന് കാരണം എന്തുവാ? അവര് കണ്ടിട്ടുണ്ട് എന്തോ ചെയ്യുന്നത്. മറിയ എഴുന്നേറ്റ് പോകും, കട്ടിലവിടെ നിന്ന് ഇങ്ങോട്ട് കല്ലറയിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വരും, കട്ടിലവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, കല്ലറ. അതുകൊണ്ട് അവര് വിചാരിച്ചു മറിയ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ അവൾ എങ്ങോട്ട് പോയെന്ന? കല്ലറയ്ക്കൽ കരയാൻ പോകുന്നു. കല്ലറയുടെ പ്രാധാന്യം വളരെ വ്യക്തമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോഴ് ദേവാലയത്തിന് മണിയടിക്കുകയായിട്ട് ഒരു നിമിഷം കൂടെ, അത് കഴിഞ്ഞ ശേഷം ഒരു ആശയം കൂടെ പറഞ്ഞു.
എന്നാൽ ഒരു വാചയോടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. വാങ്ങിപ്പോയവരുടെ കല്ലറയ്ക്കൽ ധൂപാർപ്പണം നടത്തണമോ വേണ്ട? വാങ്ങിപ്പോയവരുടെ കല്ലറയ്ക്കൽ ധൂപാർപ്പണം നടത്തണമോ വേണ്ട? 2 വാക്യങ്ങളുണ്ട് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളും, ഒപ്പം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 51 അതും വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം കല്ലറയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കല്ലറയ്ക്ക് ധൂപാർപ്പണം നടത്തണോ എന്നുള്ള കാര്യം നമ്മുടെ സംശയം. അതുകൊണ്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകും. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. അത്രയും മതി, അത്രയും മതി. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും എന്ന് പറഞ്ഞാൽ അതിന് കാരണം ഈ അപ്പത്തെ പിതാക്കന്മാർ വിളിച്ച പേരാണ് അമർത്യതയുടെ ഔഷധം. അങ്ങനെയാണെങ്കിൽ ഈ നശിക്കാത്ത, ദ്രവിക്കാത്ത, ഇല്ലാതെയായി പോകാത്ത അപ്പം എന്റെ ഉള്ളിൽ വന്നാൽ എന്റെ ശരീരം എങ്ങനെയുള്ളതായിത്തീരും? ജീവനുള്ളതായിത്തീരും. കർത്താവിന്റെ തിരുശരീരത്തെ ദേവാലയത്തിൽ എങ്ങനെ ധൂപപ്രാർത്ഥന നടത്തുന്നോ അതുപോലെ തന്നെയാണ് എന്റെ ശരീരം. റിജുപിക്കോശി എന്ന് പറയുന്നത് ഞാൻ നശിച്ചില്ലാതെയായി പോയേക്കാം. പക്ഷെ കർത്താവിന്റെ ശരീരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തില്ല? നശിക്കത്തില്ല. അത് കല്ലറയ്ക്ക് കൊണ്ടുവച്ചാലും കൊള്ളാം, ഏത് മണ്ണിലരിഞ്ഞാലും കൊള്ളാം, കർത്താവിന്റെ ശരീരങ്ങൾ ഒരിക്കലും നശിക്കത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. മരിച്ചുപോയവരെ കുറിച്ച് പല കാര്യങ്ങൾ. സഭ എന്താണ്? വാങ്ങിപ്പോരാനാണ്? മരിച്ചുപോരെന്താണ്? മരിച്ചുപോർക്ക് എന്നെ കാണാൻ കഴിയുമോ? അറിയാൻ കഴിയുമോ? പ്രതികരിക്കാൻ കഴിയുമോ? അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? അവരുടെ കല്ലറയ്ക്ക് പ്രാധാന്യമുണ്ടോ? അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ കല്ലറയ്ക്ക് ധൂപാർപ്പണം നടത്തണോ? ഇങ്ങനെ പല ചോദ്യങ്ങളുടെ സംശയമായി പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഇതിനെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒസാദ്യസിനിമയുടെ നല്ല പുസ്തകങ്ങൾ പലതുണ്ട്. ഇവിടെ ഈ ബുക്ക് സ്റ്റോളുകളിൽ ഓർത്തഡോക്സി എന്ന് പറയുന്നൊരു CD ഞാൻ തന്നെ റിലീസ് ചെയ്തതുകൊണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ കോപ്പി ഇല്ല. ഇവിടെ കടകളിൽ എമോസിയുടെ ബുക്ക് സ്റ്റോളൊക്കെ ലഭിക്കും. അത് മേടിച്ചു നോക്കിയാൽ ഓർത്തഡോക്സി എന്നതിൻ്റെ പേര് 16 വിശ്വാസ വിഷയങ്ങൾ അതിനകത്ത് പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, അത് കേട്ട് നോക്കിയാൽ അറിയാം. അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് മരിച്ചുപോയവർ എന്നും സജീവതയിലാണ്, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. അവരുടെ മധ്യസ്ഥത അത് പരിശുദ്ധന്മാരെ നമ്മൾ വിളിക്കുന്നവർ മാത്രമല്ല, അല്ലാത്ത ആളുകളുടെയും വാങ്ങിപ്പോയവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാനും അവരുടെ മധ്യസ്ഥം കാവലായിരിക്കാനും ഇടയാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അവസരം തന്ന റബ്ബാസിനോടും മറ്റ് വൈദിക ശേഷമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്പരാൻ നമ്മളെ ധാരാളമായിട്ട് വാഴ്ത്തി